السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة النساء 11. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوصيكم الله في أولادكم للذكر مثل حظ الأنثيين فإن كن نساء فوق اثنتين فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين. آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركت من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين. وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മൾ 4-ാം പെരുന്നാക്കാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സർവശക്തനായ അല്ലാഹു ഈ നല്ല ദിവസം നമ്മുടെ ഖുർആൻ ക്ലാസ് മുടങ്ങാതെ ഖുർആന്റെ പേരിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരട്ടെ.
മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാവരുടെ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകട്ടെ. ഈ ഒരു കൂട്ടായ്മയിൽ കൂടുന്ന നമുക്ക് ഇതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. നമ്മുടെ സഹോദരിമാർക്കൊക്കെ പ്രത്യേകിച്ചും ക്ലാസ് കഴിഞ്ഞിട്ട് എൽഫുഡ്ക്കലൊക്കെ പോകാൻ കരുതിയിട്ടുണ്ടാവും. കുടുംബ സന്ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിന്ന് യാസീനും കൂടി ഓതി ഇത് വരക്കണ്ടാണ്. അപ്പോൾ നമുക്ക് വല്ലാതെ വൈകാതെ ഇൻഷാ അല്ലാഹ് ക്ലാസ് മുടങ്ങിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വല്ലാതെ വൈകാതെ നമുക്ക് സാധാരണ നിർത്തുന്ന സമയം യാസീനൊക്കെ ഓതി തീരുന്നൊരവസ്ഥ ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾ പരിശുദ്ധ ഖുർആന്റെ പേരിൽ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മൾ ഓതി വെച്ച ആയത്ത് 2 ആയത്തുകളാണ്. അത്യാവശ്യം വലിയ ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കി വിശദീകരിക്കാം. ഇതിൻ്റെ അവതരണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മക്കളായിട്ട്. ആൺകുട്ടികളില്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന് അദ്ദേഹത്തിൻ്റെ മുതലൊക്കെ എടുത്തു. അദ്ദേഹം ഉഹദിൽ ഷഹീദായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതലൊക്കെ അദ്ദേഹത്തിൻ്റെ നേരെ സഹോദരൻ എടുത്തു. ജ്യേഷ്ഠനനിയനോ രണ്ടൊരാൾ അത് കൈവശം വെച്ചു. ഭാര്യക്കൊന്നും കൊടുത്തില്ല. അതുപോലെ തന്നെ 2 പെൺകുട്ടികളാണല്ലോ, ആ കുട്ടികൾക്കും കൊടുത്തില്ല. ആ സന്ദർഭത്തിലാണ് അത്തരം ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമാക്കുകയാണ് ഈ ആയത്ത്. അതിനാവുമ്പോൾ എങ്ങനെയാണ് അത് ഓഹരി വെക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ. ഇത് മാത്രമല്ല, കാരണങ്ങൾ വേറെയും കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഉമ്മാന്റെയും വാപ്പാന്റെയും മുതലൊക്കെ മുഴുവനായിട്ട് അവരെടുക്കും. പെൺകുട്ടികൾക്ക് തീരെ കൊടുക്കൂല. ആങ്ങളാര് പെങ്ങന്മാർക്ക് തീരെ കൊടുക്കൂല. വാപ്പാന്റെ മുതലിൽ പെൺകുട്ടികൾക്ക് തീരെ അവകാശം അന്ന് കൊടുക്കൂല. ജാഹിലിയത്തിലുള്ള ഓരോ സിസ്റ്റാണ്. അതിനൊരു കാരണം പറയുന്നത്, അവർക്ക് പണിയൊന്നുമില്ലല്ലോ. കച്ചവടത്തിന് പോകലും മറ്റുമൊക്കെ ഒന്നുകിൽ ഷാമുക്ക് അല്ലെങ്കിൽ പിന്നെ യമനിലേക്ക് ഒക്കെ കച്ചവടത്തിന് പോകുന്ന ആണുങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ റിസ്ക് ഇവർക്കായതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പിന്നെ എന്തിനാ മുതൽ എന്നുള്ള ഒരു നിലപാട് കണ്ട് തീരെ അവർക്ക് അവകാശം കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഒരു തീരുമാനമായിട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പന ആ വിഷയത്തിൽ വരുന്ന ഏതാനും ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്കത് പൂർത്തിയാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസികുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. ഇത് വലിയൊരു വിവാദം ഉണ്ടാക്കുന്നൊരായത്തും കൂടിയാണ്. വിവാദമല്ല, നമുക്ക് വിവാദമൊന്നുമില്ല. നമ്മുടെ ശത്രുക്കൾ വെറുതെ വിവാദം ഉണ്ടാക്കുന്നൊരായത്താണ്. യൂസികുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. യഉമുറുകുമുല്ലാഹ് എന്ന് പറയും പോലെയാണ്. പക്ഷെ ഈ വാക്ക് യൂസികുമുല്ലാഹ് എന്നുള്ള ആ വാക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി കനം കൂട്ടാനാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന് പറഞ്ഞല്ലോ. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും അവർ കൽപ്പിക്കും എന്നതിന് വസിയ്യത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആ വാക്കെന്നെ അറിയിക്കുന്നത് ഒരട്ടം പറഞ്ഞാൽ പോരാ, 2 വട്ടം പറഞ്ഞാൽ പോരാ. നിരന്തരം സത്യം കൊണ്ട് ഉപദേശിക്കണം, ക്ഷമ കൊണ്ടും ഉപദേശിക്കണം എന്നറിയിക്കാനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. എന്നതുപോലെ കൽപ്പിക്കുക എന്ന് പറയുമ്പോഴും വസിയ്യത്ത് ചെയ്യാന്ന് പറയുമ്പോഴും ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കുറച്ചുകൂടി ഘനം കൂട്ടാൻ, അത് നമ്മൾ മുഖവിലക്കെടുക്കാൻ
വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയാന്ന് കരുതരുത്. അതിനാണ് അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചത്. അള്ളാഹ് തന്നെ പറയാ, യൂസീകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്, ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ. എന്താണത്? ലിസ്സകരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, പുരുഷന് പെണ്ണിന്റെ രണ്ടരട്ടിയുണ്ട്. ഇതാണിപ്പോ ചില ആളുകൾ അള്ളാഹു അവിടെ വിവേചനം കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്. ലിസ്സകരി, പുരുഷനുണ്ട്, മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, രണ്ട് പെണ്ണിന്റെ വിഹിതം ഒരു പുരുഷനുണ്ട്. അപ്പോ ഒരു പെണ്ണിന്റെ രണ്ടരട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് പെണ്ണുങ്ങളുടേത് ഒരു പുരുഷനുണ്ടാവും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോ പിന്നെ ഇപ്പൊ നമ്മൾ ഒരു പെണ്ണും ഒരു ആണുമാണ് ആകുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കൂട്ടുമ്പോൾ 3 വെച്ചാൽ മതി. അതിൽ 2 എണ്ണം ആ പുരുഷനുണ്ടാവും, 1 സ്ത്രീക്കുണ്ടാവും. മക്കളിൽ ഓരിവെക്കുമ്പോൾ അങ്ങനെ അത് നമുക്ക് പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ അതിനെന്തോ പിന്നെ ഒരു വിവേചനം ഉണ്ടോ? ഇല്ല. അവിടെ ആദ്യം നമ്മൾ ആ ഒരു പ്രയോഗത്തെ തന്നെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. ചില ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ പറയലുണ്ടല്ലോ അനന്തരാവകാശ വിഷയത്തിൽ. ഇപ്പോൾ അടുത്ത് പിന്നെ ചില ആളുകളൊക്കെ, അതായത് മതത്തോട് കൂടുതലൊന്നും ബന്ധം ഉണ്ടാവില്ല, എന്നാൽ പിന്നെ അവർ പേര് മുസ്ലിം ആയിക്കാരം. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആളുകളെയൊക്കെ വിലക്കെടുക്കുന്ന നമ്മളെ ശത്രുക്കളുണ്ട്. ഇത് കൊളാക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഒരു കോടതിയെ സമീപിക്കുകയാണ്. എന്താണ് മുതൽ? അതളിപ്പോൾ പിന്നെ നിയമത്തിൽ തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് ആണിനും പെണ്ണിനും ഒരുപോലെ എന്ന് പറയേണ്ടടുത്ത് ഒരു ഭാഗത്ത് പറയുന്നതന്നെ എന്താ, ആണിനും പെണ്ണിനും വാപ്പാന്റെ മുതൽ ഒരിക്കുമ്പോൾ ഒരേപോലെ വേണം. ഇത് ഒരു മുസ്ലിമായ ആണോ പെണ്ണോ പറയില്ല. നമ്മളെ സൗകര്യം പോലെ കൊടുക്കുക, അത് വേറെ കാര്യം. പക്ഷെ ഇതിന് എല്ലാത്തിനും ഓരോ മാനദണ്ഡം. ഇപ്പോൾ ആങ്ങളമാര് പറയാണ് നമുക്ക് പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഓരിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല. തനിക്ക് തൻ്റെ ഓഹരി വേണ്ടാന്ന് വെക്കാനുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ടല്ലോ. അങ്ങനെയാവാലോ. തനിക്ക് തീരെ മുതൽ വേണ്ട. അപ്പം അങ്ങനെ ചിലയിടത്തൊക്കെ ഉണ്ട്. ഇപ്പോൾ 4 മക്കളുണ്ടെങ്കിലും അതിൽ ഒരു മകന് ഓരോ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മുതലുണ്ട്. വാപ്പാൻ്റെ ആകെ ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അത് മക്കളുടെ ഇടയിൽ ഓഹരിയൊക്കെ നിൽക്കുമ്പോൾ ഈ വലിയ മകൻ പറയാണ്, അയാൾ കുറേ ഏക്കർ കണക്കിന് സ്ഥലം വേറെ വാങ്ങിയിട്ടുണ്ടായി, കുറേ മുതലുണ്ട്. അയാൾ പറഞ്ഞു, ഇന്നായി ഒഴിവായിക്കളി. ഞാൻ പൊരുത്തപ്പെട്ടു. അത് നല്ല മനസ്സിൻ്റെ ഉടമകൾക്കെല്ലാം അങ്ങനെ സാധിക്കുള്ളൂ. അല്ലാത്തൊരു സാധനത്തിനെ കണ്ട വില വെറുതെ എന്തിനാ കളയണ്ട, വിട്ടുകൊടുക്കൂല. ഇന്ത്യയും കൂടി അവകാശപ്പെട്ടല്ലേ. അവിടെ എന്താ പറയാ, ഷറ അങ്ങനെയല്ലേ പറയേണ്ടതെന്ന് അറിയാം. അവിടെ ഷറയിനങ്ങോട്ട് പിടികൊടും. അപ്പോൾ വേറുള്ളവർക്കൊന്നും ഉണ്ടാവില്ല. അതാ രസം. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിട്ടുകൊടുക്കാം. അങ്ങനെ എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്. പെങ്ങന്മാരൊക്കെ ഓൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അളിയന് പണിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, സ്വന്തം ഒരേമാർക്കല്ല ആണുങ്ങൾക്ക് കൂടി അങ്ങോട്ട് ആങ്ങളാർ കൊടുക്കേണ്ട നമ്മളെ അനുഭവത്തിൽ ഇഷ്ടം പോലെ. അതൊക്കെ സൗകര്യം വലിച്ച. പക്ഷെ എല്ലാത്തിനും ഒരു മാനദണ്ഡം വേണം. എല്ലാവരും അങ്ങനെ ചെയ്തോളും ഇങ്ങനെ ചെയ്തോളും എന്ന് പറയാൻ പറ്റില്ല. എന്നത് അവകാശമാണ്. അത് ഓൽക്ക് എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കാൻ. അപ്പൊ അതിന് നിശ്ചിത ഓഹരികളും കാര്യങ്ങളും ഒക്കെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ മുതൽ പുറത്തു പോകുന്നൊരു വിഷയം അവിടെ വരുന്നില്ല. തർക്കം തീരെ വരുന്നില്ല. മകന്, മകള്, ഇമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, ഇവർക്ക് മുതലൊരിക്കലും ഒഴിവാവില്ല. അത് നിലക്ക് ഒഴിവാവില്ല. ഒരാൾ മരിക്കുമ്പോൾ അയാൾക്കുണ്ട് ഉമ്മണ്ട്, ഇപ്പുണ്ട്, മകനുണ്ട്, മകളുണ്ട്, ഒന്നുകിൽ ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ ഭർത്താവ്. ഇവരൊരിക്കലും ഇവർക്ക് എല്ലാവർക്കും കിട്ടും. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവനവിടെ സഹോദരന്മാർക്കൊന്നും വകുപ്പില്ല. ഇവർക്കൊന്നും ഇവനെ കിട്ടൂല, വേറെ ആർക്കും കിട്ടൂല. മകനും മകളും ഉണ്ടെങ്കിൽ മുതലൊരിക്കലും, കുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ മുതലൊരിക്കലും പുറത്തു പോകില്ല. ഈ പുറത്തുക പറഞ്ഞാൽ ബംഗാളിയാ കൊടുക്കാന്നല്ലല്ലോ. അങ്ങനെ ഉണ്ട്. ഈ പുറത്തുക പറഞ്ഞാൽ ഇതിനൊക്കെ ഓരോ ഭയങ്കര ഹിക്മത്ത് ഉണ്ടായില്ല. നമുക്ക് വിശദീകരിക്കാം.
അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ആണിനും പിന്നെ പെണ്ണിൻ്റെ രണ്ടരട്ടി, രണ്ട് പെണ്ണിനുള്ളത് ആണിനുണ്ട് എന്ന് ഇസ്ലാം വെക്കാൻ കാരണം ഒന്ന് ആ സാഹചര്യം കൂടി നോക്കണം കേട്ടോ. സ്ത്രീക്ക് തീരെ അനന്തരം വേണ്ട, ഇല്ല എന്ന് പറയുന്ന കാലത്താണ് അല്ല പെണ്ണിന് പാതി ഉണ്ട് എന്ന് പറയുന്നത്, ആണിൻ്റെ പകുതി പെണ്ണിനുണ്ട് എന്ന് പറയുന്നത്. എത്ര വലിയ അംഗീകാരം എന്നറിയങ്ങൾ. ഇനി പെണ്ണിന് പിന്നെ ആണിൻ്റെ പകുതിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്തേ പതിന്ന് കരുതരുത്. കാരണം ബാക്കിയുള്ള ഒരുപാട് വിഷയങ്ങൾ ആണിന് വലിയ ഉത്തരവാദിത്തം കൊടുത്തു. അതിലൊന്ന് പറയും, എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഹിക്മത്ത് പറയേണ്ട ഒന്നെന്താ അറിയോ? ഒന്ന്, പെണ്ണിനെപ്പോഴും ചെലവ് അള്ളാഹു തആല പറ്റ കുറച്ചു. അവളുടെ സംരക്ഷണം ചെറുപ്പത്തിൽ വാപ്പ നോക്കണം. ഒരു പ്രായപൂർത്തിയും കാര്യങ്ങളൊക്കെ ആയി ഒരു പക്വത കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചുമതല. പിന്നെ സ്വാഭാവികമായിട്ടും മക്കളുടെ തണലിലേക്ക് ഇറങ്ങും. എന്തായിരുന്നാലും ആ പെണ്ണിനെ ഒന്നെങ്കിൽ വാപ്പ നോക്കണം, ആങ്ങളമാർ നോക്കണം, പിന്നെ മക്കൾ നോക്കണം, ഭർത്താവ് നോക്കണം. ഇതിനൊന്നും സൗകര്യമില്ല. ഇവരൊന്നും ഇല്ലാത്തൊരു പെണ്ണാണെങ്കിൽ, ഇസ്ലാമിക ഭരണമുള്ള നാടാണെങ്കിൽ ബൈത്തുൽ മാലിൽ അവർക്ക് പ്രത്യേക വിഹിതം ഉണ്ടാവും സ്ത്രീ സംരക്ഷണത്തിന്. രാജ്യം അവരെ സംരക്ഷണം ഏറ്റെടുക്കണം എന്നാണ്. എല്ലാം അവർക്ക് ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങളൊക്കെ അത്രത്തോളം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയൊരു സംരക്ഷണം സ്ത്രീകൾക്ക് കൊടുത്ത് വേറെ ഏതാ ഉണ്ടാകുക? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളെ പറ്റി വെറുതെ പറയാമല്ലോ സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കണില്ല. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയതിൻ്റെ, സ്ഥാനം നൽകിയതിൻ്റെ വലിയൊരു മകുടോദാഹരണം എന്താ നിങ്ങൾ? ഹാജറ ബീവിനെ ആലോചിച്ചാൽ മതി. ഹാജറ ബീവിയെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ വിജനമായ സ്ഥലത്ത് അവർ താമസിച്ചു എന്നുള്ള ഒരു ത്യാഗമാണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിച്ചു ഹാജറയെയും കുട്ടിയെയും ഒറ്റയ്ക്ക് അവിടെ താമസിപ്പിച്ചറിയും. അതൊരു ത്യാഗമാണ്. അങ്ങനെ അവർ ഒറ്റയ്ക്ക് അവിടെ താമസിച്ചു. കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് ഇബ്രാഹിം നബി ദുആർന്നാണ്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം ദുആർന്നാണ്. എന്നിട്ട് പറഞ്ഞു, പഠിച്ചനെ യാത്രക്കാർ ഇതിൽ പോകുമ്പോൾ ഹൃദയത്തിൽ എൻ്റെ കുട്ടികളോട്, മകനോട്, എൻ്റെ കുട്ടിനോടും എൻ്റെ ഭാര്യനോട് ഒരു സ്നേഹം ഇട്ട് കൊടുക്കണം, അവർക്ക് പഴങ്ങൾ ഭക്ഷണമായിട്ട് കൊടുക്കണം, കാവൽ കൊടുക്കണം എന്നുമായിരുന്നു. അങ്ങനെ അവരവിടെ നിന്നൊരു ത്യാഗമാണ്. അങ്ങനെ ഇബ്രാഹിം നബി ഏൽപ്പിച്ച്, ഞാൻ പറയേണ്ടത് ഈ മുതൽ പൗതി കിട്ടുമ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തിയും ഇല്ല. ഒരു ഉദാഹരണം പറയാം, ഒരു കൊടുത്ത സ്ഥാനം. അങ്ങനെ അവർ പിന്നെ ഇബ്രാഹിം നബി ഏൽപ്പിച്ച കുറച്ച് കാരയ്ക്ക് റൊട്ടി, അത് തീർന്നു, വെള്ളം തീർന്നു. പിന്നെയാണ് സഫ മലയുടെ മുകളിലേക്ക് കയറിയത്. സഫ എന്നാൽ അവിടെ നൂറുകണക്കിന് പർവ്വതങ്ങളിൽ ഒരു പർവ്വതമാണ് സഫ. ഇനി നമ്മൾ കഅബ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 130 മീറ്റർ അകലെയാണ് കിടക്കേണ്ടത്. അവിടുന്ന് ഒരു 300 മീറ്റർ അകലെ കിടക്കുന്ന മലയാണ് മർവ. അപ്പോൾ ഈ സൊഫീന്ന് അവർ സൊഫന്റെ മുകളിൽ കയറി യാത്രക്കാരായാലും പോകേണ്ട മുകളിൽ കയറി നോക്കാനാണ്. ഇന്നിപ്പോൾ അത്ര മുകളിൽ തോന്നാത്ത അവിടെ വികസനമാണ് വന്ന് പക്ക മാർബിളാക്കിയതുകൊണ്ടാണ്. അന്നങ്ങനല്ല. അവിടുന്ന് മറവിക്ക് പോയി, മറവിയിൽ നിന്ന് വീണ്ടും സൊഫീക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 7 വട്ടം പോയി. പിന്നെ സംസം നിൽക്കേണ്ട അവിടേക്ക് വന്ന് കുട്ടിനെ കിടത്തി അവിടേക്ക് വന്നു. അങ്ങനെ ജിബ്രീൽ എന്ന മലക്ക് ചെറുകിട്ടടിച്ചു. അതാണ് റഖലത്ത് ജിബ്രീൽ എന്ന് എന്ത് പേര് വന്ന്, സംസമിന് പേര് വന്ന്. ഇതെല്ലാവർക്കും അറിയുന്നൊരു കഥ. ഞാൻ പറയുന്നതറിയോ, പെണ്ണിന് അള്ളാഹു കൊടുത്ത, ഇസ്ലാം കൊടുത്ത സ്ഥാനം ഇത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു പിന്നെ ത്യാഗമാണ്. ആ ത്യാഗമാണ് ഇനി ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എന്താക്കുന്നത്, ഒരു ഇബാദത്താക്കുന്നത്. ഉംറ ശരിയാകണ ഈ സഴിയാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം സഴിയ. ഇതാ എന്നൊക്കെ ഹാജിമാര് 3 ദിവസത്തെ ഇത് പൂർത്തിയാക്കിയിട്ട് പോലും ഇതാ വരികയാണ്. ഇവിടുത്തെ തവാഫും പോലെ നിർബന്ധമായ തവാഫും ആ സഴിയും ചെയ്താൽ ഇന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാവും. നമ്മളിവിടുന്ന് പോയ ഹനീഫാജി ഇപ്പോൾ വിളിച്ചിരുന്നു, ഞങ്ങൾ തവാഫ് ചെയ്യാൻ പോവുകയാണ്, ഇഫാദത്തിന്റെ തവാഫിന്. ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിയാണ്. ഈ സഴി ചെയ്യുമ്പോൾ നോക്കി നിങ്ങളിപ്പോൾ സഴി ഹജ്ജിൽ മാത്രമല്ല ഉംറക്കും സഴി നിർബന്ധമാണ്. കോടാനക്കോടി മനുഷ്യന്മാർ, 1 കോടിയിലധികം വിസയാണ് ഉംറക്ക് സൗദി ഭരണകൂടം ഒരു കൊല്ലം കൊടുക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിൻ്റെ ഇടയിൽ ഈ പോകുന്നവരൊക്കെ ഓർക്കുന്ന ആരെ? ഈ പെണ്ണിനെയാണ്. ഇബാദത്ത് തന്നെ സാധാരണ ഇബാദത്തിന് ചില ചിട്ടകളുണ്ട്. ഇപ്പം നിസ്കാരമാണെങ്കിൽ നമ്മൾ കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പിന്നെ വേറെടുക്കും ശ്രദ്ധയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല, അതിൻ്റെതായ രീതിയുണ്ട്. എന്നാൽ സഴിയോക്കി അങ്ങനെയല്ല. അത് ഇബാദത്താണെങ്കിലും ആ 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, തീരേണ്ടതിന് പ്രശ്നമില്ല, മരേണ്ടതിന് പ്രശ്നമില്ല, അവിടെ സംസം കുടിക്കാൻ വേണ്ടി അടിയിൽ ഇരിക്കേണ്ടതിന് കുഴപ്പമില്ല. ആ ഗ്യാപ്പ് സഴിന് എന്ത് ചെയ്യണില്ല,
ബാധിക്കണില്ല. ആ രൂപത്തിലാണ് അള്ളാഹു തആല ഇബാദത്ത് നൽകിയത്. എന്നാൽ അത് നിർബന്ധമായിട്ടും വേണം. ഇപ്പം നമ്മൾ സഫൻ്റെ അവിടുന്ന് ഒരു 75 മീറ്ററാണ് പോയി കഴിഞ്ഞാൽ പ്രത്യേക അടയാളാണ് അവിടുന്ന് സ്പീഡിൽ പോകാൻ കുറച്ച് സ്ഥലം. അത് പിന്നെ ഹാജറ ബീവി ഓടിയതാണ്, നടന്നു വരുമ്പോൾ വെപ്രാളപ്പെട്ട് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയതാണ്. അതൊന്നും അവിടെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആരെയാണ്? ഒരു പെണ്ണിനെയാണ്. ഒന്ന്. രണ്ടാമത്തത് പെണ്ണിൻ്റെ സ്ഥാനമാണത്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഒരു പ്രധാനപ്പെട്ട കർമ്മത്തിൽ അതിൽ വരുന്നതൊക്കെ ഇതാണ്. ഇനി മറ്റൊന്ന്, ഒരു വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരു പെണ്ണുമായിരുന്നു ആര്? അന്നത്തെ കാലഘട്ടത്തിലെ ഒരു രാജകൊട്ടാരത്തിലെ ഒരു നാട്ടുരാജാവിൻ്റെ കൊട്ടാരത്തിലെ അടിച്ചുവാരുന്ന പെണ്ണായിരുന്നു അവര്. അള്ളാഹു ഉയർത്തിയത് നോക്കുങ്ങൾ. അവര് തൊലി കുറച്ച് കറുത്തതാണെങ്കിലും സറബി ഭയങ്കര ചൊറുക്കായിരുന്നു. നാജറാബി അങ്ങനല്ല, ഷാജറാബിക്കാണ് അള്ളാഹു ഈ സ്ഥാനം കൊടുത്തത്. കാരണം മനസ്സും അങ്ങനെയായിരുന്നു. എന്തിനെ ഉൾക്കൊള്ളാനുള്ള ഇത് ഭർത്താവ് പറഞ്ഞില്ലേ, അള്ളാഹിന്റെ കൽപ്പന പ്രകാരമാണ് അടി നിങ്ങളവിടെ നിർത്തേണ്ടതെന്ന് പറയുമ്പോഴേ ഹാജറാബിക്ക് പിന്നെ ഒരു ആശങ്ക ഉണ്ടായില്ല. ഞാൻ അള്ളാഹുലേക്ക് തവക്കുലാക്കുന്നു, റബ്ബ് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവുന്നതാണ്. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ ഓരോ വിഷയം പരിശോധിച്ച് നോക്കി. പെണ്ണിന് അള്ളാഹു കൊടുത്ത സ്ഥാനം ഇപ്പൊ നമ്മളെ സൂറത്തന്നെ, സൂറത്തുൻ നിസാ. ഈ ആരോപിക്കുന്നതിലൊന്നും എന്തില്ല, ഒരു കഴമ്പുമില്ല. പിന്നെ ഇവിടെ പകുതി കൊടുക്കാനുള്ള കാരണം ലിദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ എന്ന് പറയാൻ കാരണം അവർക്ക് ഒന്നതാണ്, ചെലവ്, സാമ്പത്തിക ചെലവ് തീരെ വരുന്നില്ല. ഒന്ന്, അതുകൊണ്ട് അവർക്ക് പകുതി തന്നെ ധാരാളം. മറ്റൊന്ന്, ഇതിന് കാരണം പറയുന്നത് ആണും പെണ്ണും വെച്ച് നോക്കുമ്പോൾ ആണിനാണ് ജനസമ്പർക്കം അള്ളാഹു തആല കൂടുതൽ പാസ്സാക്കിയത്. പെണ്ണിന് അത്ര തന്നെ ഇല്ല. അത്ര തന്നെ ഇല്ല പറഞ്ഞാൽ ചില പരിമിതികളുണ്ടല്ലോ. പരിമിതികളുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കേണ്ടതുകൊണ്ടാണല്ലോ അപ്പോൾ ബസ്സിൽ KSRTC ഓൽക്ക് ഫ്രീ അറിയാൻ കാരണം. അല്ലെങ്കിൽ നമ്മൾ പുരുഷാവകാശ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് എന്താ ഞങ്ങളെന്താ പൗരന്മാരല്ലേ എന്ന് നമ്മളൊച്ചപ്പാണ്ടായിക്കൂടെ? നമ്മളൊച്ചപ്പാടുണ്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ബസ്സിൽ പിന്നെ അങ്ങനെ വരാൻ കാരണം? എന്താ? വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ്. ഇത് നമ്മൾ ഓരോ വിഷയം എടുത്ത് നോക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പൊ ഈടി വന്നപ്പോൾ ഈടിന്റെ വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് കാര്യമായിട്ട് പെണ്ണുങ്ങളില്ല. എന്താ ഇവിടെ നിന്നെന്താ ഈ സമത്വം കാണാത്ത? നമ്മളെല്ലാത്തിനും കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവിടെ അടിച്ചു പൊളിച്ചാനും ഇഷ്ടി കൊണ്ട് എറിയാനും പൊട്ടത്തരം കാട്ടാനും അത് ഓൽക്ക് വലിയ ബുദ്ധി വെച്ചോണ്ടൊന്നല്ല. അടിപിടി ഉണ്ടാക്കാനൊക്കെ നല്ലത്, അല്ലെങ്കിൽ കുറച്ചൊക്കെ കായികമായിട്ട് പിന്നെ പെണ്ണിനേക്കാൾ മെച്ചപ്പെട്ട ആണെന്നെയാണ് കരുതിയിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്ര തന്നെ ദീനും പറയുന്നത്. നിയമസഭയിലും ലോകസഭയിലും ഒക്കെ ഉള്ള എണ്ണം എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നല്ലോണം കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഒരാൾക്ക് കിട്ടിയാൽ തന്നെ വലിയ കിട്ടലായി. ഒരു പെണ്ണിന് മന്ത്രിസ്ഥാനം കിട്ടിയാൽ അത് കൊട്ടിഘോഷിക്കുകയാണ്. ഒരു പെണ്ണ് മന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണ് MLA ആണ്. എന്താ ഇങ്ങനെ ഈ പരിമിതികൾ എല്ലാ വിഷയത്തിലും ഉണ്ട്, എല്ലാ വിഷയത്തിലും ഉണ്ട്. അത്ര തന്നെ ദീനും പറയുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ട് ആണുങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടി വരും. ഇടപെടുമ്പോൾ ചിലവുണ്ടാവും. അതിപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ആണുങ്ങളെല്ലാ കാര്യത്തിലൊക്കെ ഇടപെടേണ്ട ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിക്ക് ഇറങ്ങുമ്പോഴേക്കാർ ഉസ്താദ് പറയാം, പിന്നെ നമ്മളെ ഇന്ന സാധനത്തൊന്ന് ശരിയാക്കേണ്ടി നമുക്ക് എന്താ ചെയ്യണം? അവസ്ഥ നമ്മളെന്താ വെച്ചാൽ ചെയ്യുക. എന്താ ഒരു 1000 റുപ്യ ഇതൊക്കെ വേണ്ടേ? പെണ്ണുങ്ങൾ ചിലപ്പോൾ എന്താ കരുതുക, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ, ഇത്ര കിട്ടിയില്ലേ, എവിടെ ഈ പൈസയൊക്കെ എന്ന് വയ്ക്കുക. ഇത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഓൽക്ക് ഒരുപാട് ചെലവുകൾ വേറെ വരുന്നുണ്ട്. അതൊന്നും ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളുണ്ടാവും. പുറത്ത് ഇങ്ങനെ കൊണ്ടേ കൊടുത്തോളി നിങ്ങൾ അറിയും. പുറത്തിങ്ങനെ കൊണ്ടുപോയി. ഇപ്പം ഇന്നലെ ഒരു കേസിൻ്റെ അടുത്തെത്തി. അത് പിന്നെ അയാൾ അഞ്ജനെല്ലാം സഹായിക്കും. ഗൾഫിലുള്ള ആളാണ്. അഞ്ജനെല്ലാം സഹായിക്കും. അഞ്ജനെ സഹായിക്കുന്നത് പറ്റാത്തത് കൊണ്ട് പെണ്ണുങ്ങൾ കൊണ്ടൂല. അങ്ങനെ ഇപ്പോൾ 2 മാസം ഇങ്ങനത്ര ഒരു ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അതിനെപ്പറ്റി ഇയാൾ മകനോട് പറഞ്ഞു, എൻ്റെ അമ്മ കൊണ്ടിടില്ല എന്നുള്ള. അപ്പം മകൻ പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ കുടുംബം നോക്കിയാൽ മതി, പുറത്തുള്ളവരെ സഹായിക്കാൻ നിന്നാൽ അങ്ങനെ തന്നെ ഈ കാരണം ഉള്ള ഉമ്മാക്ക് അയച്ചെടുത്തലിന്നാണ് ആര് പറയണ്ടേ? മകൻ പറയണ്ടേ? വേറെ എടുക്കും തിരിയണ്ടോ? അങ്ങനെയാണോ? നമുക്ക് എന്തൊക്കെ നോക്കണം അല്ലേ? എന്തൊക്കെ നോക്കണം.
അല്ല, എല്ലാവരും അവനാൻ്റെ കാര്യം മാത്രം നോക്കിയാൽ ഇവിടെ എന്തെങ്കിലും നടക്കുക ഇല്ലല്ലോ. ഇപ്പം ഈ ആഴ്ച എന്നോട് ഒരാൾ ദ്വാരക്കാൻ പറഞ്ഞത്, അയാൾ വീടിൻ്റെ പണികളൊക്കെ എടുപ്പിക്കുന്ന കോൺട്രാക്ടറാണ്. ഉസ്താദ് ദ്വാരക്ക് കേട്ടോ, ബംഗാളിയാളൊന്ന് വരണം. അതിനാ ദ്വാരക്കാൻ പറഞ്ഞത്. സത്യം അയാൾ എന്നോട് പറഞ്ഞ എന്താ പറയുക, ഗ്യാസ് അല്ല കേട്ടോ ഉസ്താദേ പ്രശ്നം, പണിക്കാരെ കിട്ടണില്ല. ആ നോക്കിങ്ങൾ, നമ്മൾ ആരെയും അവഗണിക്കാൻ പറ്റൂല. ഇതങ്ങനെ പഠിച്ചോ അങ്ങനെ ഇതൊക്കെ കെട്ടിപ്പണിഞ്ഞ് കിടക്കാണ് ഒന്നായിട്ട്. എല്ലാവരെയും വേണ്ടി വരും. അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൂടുതലാവുമ്പോൾ സാമ്പത്തികമായിട്ട് ചെലവ് അവർക്ക് കൂടുതലാവും. ഇതിൻ്റെ കാരണങ്ങൾ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. പണ്ട് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അതിന് കാരണം പറയുന്നത്, ഹവ്വാ ബീവി പിന്നെ ഇവർക്ക് പിന്നെ ഗോതമ്പ് അവർക്ക് കൊടുത്തൊരു കഥ പറയുന്നുണ്ട്. ഓരോ പിടി ഗോതമ്പ്, അതിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പിടി എടുത്തു, ഹവ്വാ ബീവി 2 പിടി എടുത്തു, ഒരു പിടി പാത്തിച്ചു. അതൊരു സ്വഭാവമാണത്. തങ്കരിച്ചൊക്കെ അറിയില്ല നമ്മളെ, അറിയാതെ. അപ്പോൾ നമുക്കൊരു പണിയായി പോയി. അതായത് അവിടെ ആദം നബി ഒരു പിടി എടുത്തു, ഹവ്വാവി 2 പിടി എടുത്തിട്ട് ഒരു പിടി പുറത്ത് കാണിച്ചു, ഒരു പിടി പാത്തിച്ചു. അപ്പം എന്തായി, മുതൽ ഒരു വെക്കുമ്പോൾ ഓർക്ക് പൗതിയാക്കി, 2 ആർക്കായി ഇങ്ങോട്ട് കൊടുത്തു, ആണുങ്ങൾക്ക് ആക്കി. അത് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അതിൻ്റെ ഒരു ഹിക്മത്ത്, അങ്ങനെ കുറേ ഹിക്മത്ത്. ഇപ്പം നോമ്പ് 30 ദിവസം ഇതിലൊരു ഹിക്മത്ത് ഉണ്ടല്ലോ. നമുക്ക് റമളാനിലെ നോമ്പ് 30 ദിവസം അതിലൊരു ഹിക്മത്ത് ഉണ്ടാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിന്നരുത് എന്ന് പറഞ്ഞ പഴം അത് തിന്നല്ലോ. അത് ആദം നബിയുടെ വയറ്റിൽ കിടന്നത് 30 ദിവസം. അപ്പോൾ പേരക്കുട്ടിയാക്കാണ് ഇപ്പം അതിൻ്റെ പണി കിട്ടിയത്, പകല് തിന്നണ്ടാണ്. ഏതൊരു വിവാദത്തിൽ ഒരു 100,000 ഹിക്മത്തുകൾ ഉണ്ടാവട്ടെ, നമ്മൾ കണ്ടത് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഹിക്മത്ത് എന്ന് കരുതുക. അതാണ് അതിൽ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും ആണിൻ്റെ പാതി, പിന്നെ പെണ്ണിന് ആണിൻ്റെ പകുതിയേ ഉള്ളൂ. അത് അതിൽ നമ്മൾ ബഹളം വെക്കാനോ കാര്യങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിമത്താണെങ്കിൽ ആ കാര്യം അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് അംഗീകരിക്കും. അവിടെ പിന്നെ തർക്കിക്കാനോ മറ്റോ നിൽക്കൂല. കാരണം റബ്ബിൻ്റെ അത് ഇതിൻ്റെ ശേഷമുള്ള ആയത്തിൽ പറയുന്നുണ്ട്, ഇത് അള്ളാഹിൻ്റെ ഒരു നിയമമാട്ടോ, ആ നിയമം അംഗീകരിച്ചേ മതിയാകൂ. വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരു നിലയ്ക്ക് എന്താ അങ്ങനെ അവഗണിച്ചു അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ വേറൊരു ഭാഗത്ത് ഇപ്പം നമ്മൾ ആണും പെണ്ണും ഒരു കുടുംബത്തിൽ 2, പിന്നെ ഭാര്യയും ഭർത്താവും 2 ഒരേപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് ആണിനല്ല മഹർ, ആണിൻ്റെ ഭാഗത്തുനിന്ന് പെണ്ണിനാണ്. എന്താ പറയാത്ത അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അവിടെ ആണുങ്ങൾ വേണം ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ ചിലവണം അതിൻ്റെ പുറമെ ഞോൽക്ക് മഹറും കൊടുക്കണം, വേണമെങ്കിൽ വന്നോട്ടെ, അങ്ങനല്ല. അപ്പോൾ അത് അങ്ങനെയാണ് പഠിച്ചോ കണക്കാക്കിയത്. അപ്പോൾ ഏത് വിഷയം നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു പ്രയാസം തോന്നണമെങ്കിൽ മറുഭാഗത്ത് വേറെ അള്ളാഹു തആല വേറെ എളുപ്പം തരും. ഇങ്ങനെ ലാസ്റ്റ് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കണക്കായി ഇങ്ങനെ പോകും. ഏതുപോലെ ഒരാൾ ഒരു ദരിദ്രനാണെങ്കിൽ ഓനൊരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എന്തേ റബ്ബിനെ ഇങ്ങനെ ആക്കിയെന്ന് തോന്നും. മാത്രമല്ല ഓനിങ്ങനെ കാണാണ് ധനികനായ ആൾ ധർമ്മം ചെയ്യുന്നത്, ഓൻ്റെ മാർക്കൊക്കെയാണ് എത്ര കൊടുക്കുന്നു. പക്ഷെ കൂലി ഇങ്ങനെ നോക്കുമ്പോൾ 2 സമമായിട്ടാണ് വരും. അപ്പുറത്ത് ശുക്രും ഇപ്പുറത്ത് സബറും ഉണ്ടാകും. ആരെയും അല്ലാഹു തആല വെറുതാക്കൂല എന്നുള്ളതാണ്. എല്ലാറ്റിനും അവസരങ്ങൾ പഠിച്ചാൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മുതൽ ഓഹരി വെക്കുമ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ആകണം എന്നില്ല കേട്ടോ. എങ്ങനെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ആണുങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം, ഒരു പൊരുത്തപ്പെട്ടുകാണ്ട് ഒരേപോലെ ആക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പെണ്ണുങ്ങൾ എന്ത് പറയരുത്, പറ്റൂല കേട്ടോ, കേസാണ് കൊടുക്കും. BJP ആണ് ഭരിച്ചിട്ടുണ്ടെന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുക. ഖുർആന്റെ ആയത്ത് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, നമുക്ക് ഇനി ഒന്നും വരാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ആകരുത്. അത്രേ ഉള്ളൂ, ഒരു മാനദണ്ഡം വെച്ചതാണ്. ഇനി നോക്കൂ, ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈൻ,
ഇനി മക്കളിൽ രണ്ടിലധികം പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഫലഹുന്ന സുലുസാ മാ തറക്, അയാള് ഒഴിവാക്കിയിട്ട മുതലിന്റെ 2/3 ഭാഗം ആ പെൺകുട്ടികൾക്കാകുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഒരച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇനി ഒരാൾക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികൾ മാത്രമാണ്. പെൺകുട്ടികൾ പറഞ്ഞാൽ 2-2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ മുതലിന്റെ 2/3 ഭാഗം അവർക്കേക്കാണ്, ബാക്കി പുറത്തു 2/3 ഭാഗം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മുതൽ ഓരിയെക്കുമ്പോൾ ഒന്നെങ്കിൽ 2/3, അല്ലെങ്കിൽ 2/1 പകുതി, അല്ലെങ്കിൽ 4/1, 6/1, 8/1. ഇങ്ങനെയാണ് മുതലിന്റെ വിധം, 3/1. ഇങ്ങനെ 6 വിഹിതമാണ് ആകെ അല്ലാഹു തആല ഖുർആനിൽ ഓരിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. 3/2, 2/1, 4/1, 8/1, 3/1, 6/1. ഇങ്ങനെ വരും. അതിൽ 3/2 വിഭാഗം കൊടുക്കേണ്ടത് ആരാന്ന് വെച്ചാൽ, ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് 2 പെൺകുട്ടികൾ മാത്രമാണ്, 2 അതിലധികമോ പെൺകുട്ടികൾ. എന്നാൽ അയാളെ ആകെ മുതലിന്റെ 2/3 ഭാഗം അവർ കൊടുക്കും. ആ പെൺകുട്ടിയാൾക്ക് സമായിട്ട് വാരിച്ചു കൊടുക്കും. ഇനി ബാക്കി അതിൽ ഒരു വാരി ഉണ്ടാവും, അത് പുറത്തു പോകും. ഈ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ഈ മരിച്ച ആളെ സഹോദരങ്ങൾക്ക് മറ്റ് ഇവൽക്കൊക്കെ ഉണ്ടാവും. വാപ്പുണ്ടെങ്കിൽ പോവില്ല, മരിച്ചാൾക്ക് വാപ്പുണ്ടെങ്കിൽ സഹോദരങ്ങൾക്ക് പോവില്ല. അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമായാലും എന്ത് ചെയ്യും? ഇപ്പം അടുത്തുണ്ടായൊരു സംഭവം പറയാം കേട്ടോ. ഭാര്യക്ക് എന്തായാലും കിട്ടും, ഭാര്യക്ക് എന്തായാലും കിട്ടുമല്ലോ. ഒരാൾ മരിച്ചാൽ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് എന്തായിരുന്നാലും സ്വത്ത് പോലെ അവരെ വേറെ ഒരു അനന്തരാവകാശം എന്തെയില്ല, തടയില്ല. അതറിയില്ല, ഉമ്മാനെയും വാപ്പാനെയും തടയില്ല, മക്കളെയും തടയില്ല. ഇവിടെ ഇപ്പോൾ ഒരാൾ മരിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ അറിയുന്നൊരു കേസിലെ നിങ്ങൾ ആലോചിക്കണം, ഒരുപാട് മുതലുണ്ട്. ഞാൻ അതിൽ ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതാണ്, തീരാതെ പോയൊരു വിഷയമാണ്. പക്ഷെ അവിടെ ഒരു ആള്, അയാൾക്ക് ഒരു മകന്, അയാൾക്ക് പെൺകുട്ടികൾ മാത്രമാണ്, വെറും പെൺകുട്ടികൾ മാത്രമാണ്, ആൺകുട്ടികളില്ല. പക്ഷേ ജ്യേഷ്ഠന്മാരായിട്ടൊക്കെ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, പെരുവാശി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഈ പറയപ്പെട്ട പെൺകുട്ടികൾ മാത്രമുള്ള സഹോദരൻ്റെ കിഡ്നി മാറ്റി വെക്കാൻ മുതലിഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇത് ഇവരെ വാപ്പാൻ്റെ മുതൽ തന്നെ ഓരി വെച്ചിട്ടില്ല. അന്ന് ഓരി വെക്കണമെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളൊക്കെ ഒപ്പിടണമല്ലോ. അതൊന്ന് ഒപ്പിട്ട് പിന്നെ ഇതൊന്ന് ഓരി വെക്കാൻ സമ്മതിക്കൂല. എന്നാലും ഇയാൾക്ക് കിഡ്നി മാറ്റിയേക്കണം. മഹല്ലം പറ്റി പറഞ്ഞു, ഖാദിയരെ വിളിച്ചു പറഞ്ഞു, ഒക്കെ പറഞ്ഞു. അവസാനം ഇയാൾ എന്നോട് പറഞ്ഞു, ആര് പറഞ്ഞിട്ടും കേൾക്കണില്ല, ഒരു ജ്യേഷ്ഠൻ കേൾക്കണില്ല, നിങ്ങളൊന്ന് പറയൂ. ഞാൻ വിളിച്ചു അയാളിൻ്റെ പെരീക്ക് വന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഇതൊക്കെ പഠിക്കണം കേട്ടോ നിങ്ങൾ. അയാളോട് പറയാണ്, പിന്നെ അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ അയാൾ വന്നേക്കന്നെ എന്നോട് പറയാണ്, പിന്നെ അഞ്ചൻ്റെ ആ മുതലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്നുള്ളൊരു പ്രശ്നം വരരുത് കേട്ടോ. അത് ഒപ്പിട്ട് കൊടുക്കൂല കേട്ടോ എന്നോട്. ഇത് ഒപ്പിട്ട് ആകെ കിണ്യന്മാർ, ആളെ വളരെ അവസരമാണ്, സാധനം വല്ല എടുത്തിട്ടുണ്ട്, പിരിവെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, മുതലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, ആദ്യം ഞാൻ ചായ കൊടുത്തു, അലിവിനെ കുറിച്ചാവോ ചീത്തറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ആദ്യം ചായ കൊടുത്തു, ചായയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ പറഞ്ഞു, ഞാനിനി കൂടുതലൊന്നും പറഞ്ഞു, ഞങ്ങൾ അഡ്വാൻസായിട്ട് പറഞ്ഞല്ലോ, അത് മാത്രം പറയണ്ട, ഞാൻ ഒപ്പിട്ട് കൊടുക്കൂല. ഈ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ ചോദിച്ചു. അത് ഓൻ ശരിയല്ല, വേറെ തടസ്സമൊന്നുമില്ല, വാശിയാണ്. ഞാൻ പറഞ്ഞേ, എനിക്ക് സംശയം, നിങ്ങളപ്പാൻ്റെ മുതൽ ഹലാലല്ലേ എന്ന് വെച്ചൊരു സംശയം ഉണ്ട് പറഞ്ഞു. ഞാൻ നിങ്ങളെ വാപ്പാക്ക് അല്ലാഹു തആല ഒരുപാട് മുതൽ കൊടുത്തു, ഒരു ബർക്കത്ത് നിങ്ങളെ ജീവിതത്തിലില്ല. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാണ് ആവലേശന് വേറെങ്ങനെ വരിക ചേരുന്നോലും കണ്ടിട്ട്. അപ്പോൾ തന്നെ അയാളെ കണ്ണും മൂറൊക്കെ വാടി. ഏതായാലും നിങ്ങളെ കാര്യം ഭയങ്കര അനുഭവം തന്നെയാണ്. ഞാനൊക്കെ ആണെങ്കിൽ
ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. മതത്തിൻ്റെ പുറത്തുള്ള ഒരാളിങ്ങനെ ഇടങ്ങാറായി വരികയാണെങ്കിൽ വേഗം ശരിയായി കൊടുക്കും. കിഡ്നി നഷ്ടപ്പെട്ട് അത്രയും ഡയാലിസിസ് ചെയ്ത് ഇടങ്ങാറാവും. ഇതൊരു ചോരായിട്ട് നിങ്ങളൊക്കെ സമ്മതിക്കണം. ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയണില്ല, ചായ കുടിച്ചല്ലോ, കാരണം നിങ്ങൾ പോയിക്കോളി. പക്ഷെ ഒന്ന് പോയിട്ട് പെരി എന്നിട്ട് എഴുതിയൊക്കെ ഇന്നത്തെ ഡേറ്റ് എടുത്ത് മുസ്തഫ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് എഴുതിയൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ഈ ദുന്യാവ് നല്ലൊരു കൊട്ട് തരും. നല്ലൊരു കൊട്ടുണ്ടാവും, സഹിക്കാൻ കഴിയാത്ത കൊട്ട്. ഏരിയ ചളിയെന്ന് പറഞ്ഞു. അയാൾ ഞാൻ പോട്ടെ എന്നാണ് ഉസറും വിളിച്ചാറെ പോയി. കൊട്ടിട്ടീന്ന് കേട്ടോ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ല. കൊട്ട് എല്ലാം പഠിച്ചവൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അയാൾ മരിച്ചു, കിഡ്നി മാറ്റിയേക്കാൻ കഴിയാതെ അയാൾ മരിച്ചു. പിന്നെ മുതൽ ഓരി വെച്ചു. ഇനി ആക്കണം ഞങ്ങൾക്ക്. ഇനിയിപ്പോ ആ മുതൽ പിന്നെ ആൺകുട്ടികളില്ലല്ലോ, അത് ഓരി വെച്ച് കണ്ട് ഓൽക്ക് അവിടുന്ന് സ്ഥലം മാറണം. കാരണം അവിടെ ജീവിക്കാൻ കഴിയാത്തത്. പക്ഷെ അത് ഓരി വെക്കുമ്പോൾ ഈ പറയപ്പെട്ട ആളടക്കം അവിടെ അടിയിട്ട് കൂടുകയാണ്. എന്താ കാരണം? 2 പെൺകുട്ടികൾ മാത്രമല്ലേ, 3-ൽ 2 കഴിച്ചാൽ ബാക്കി ഇവർക്കാണ്. 3-2 കഴിച്ചാൽ 8 വാങ്ങി. പള്ളിക്കത്തെ ഉസ്താദിനോട് അയാൾ പറയണം അത്രേ, ഷറ എങ്ങനെയാ ചെയ്യേണ്ട അതുപോലെ കാട്ടിക്കളി കിട്ടോ. മുണ്ടടക്കലൊക്കെ ഷറ പറഞ്ഞാണ്, ചവിട്ടിയിട്ട് വെള്ളം അങ്ങനെ പോകണം. തമാശറിയല്ല, അയാൾ പറയണം അത്രേ ഉസ്താദിനോട്, ഷറ എങ്ങനെയാ കൽപ്പിക്കേണ്ടത് അങ്ങനെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ വേണ്ടത്? ശരിക്കും സ്നേഹമുള്ള ജ്യേഷ്ഠന്മാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? നമ്മളെ സ്വന്തം സഹോദരങ്ങൾക്ക് ആൺകുട്ടികളില്ലേറ്റ് അവിടെ പിന്നെ ഉസറും വിളിക്കാതെ പോയിരിക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങോട്ട് പറയണ്ടേ? അത് പുറത്തേക്കൊന്നും പിന്നെ ഞങ്ങൾക്കൊന്നും ഓരിയൊക്കെ നിൽക്കണം, അങ്ങനെയല്ല വേണ്ടേ? ആ കുട്ടികളെ സന്തോഷിപ്പിക്കണ്ടേ? ആ കുട്ടികളെ യത്തീമാക്കിയ പഠിച്ചോനെ ഇവന്റെ കുട്ടികളെ യത്തീമാക്കി കൂടെ? എന്നാ പിന്നെ എന്തിനാണ് അള്ളാഹു തആല അങ്ങനെ വെച്ചത് അറിയങ്ങൾ? അതിൽ ഹിക്മത്തുണ്ട്. നമ്മളെ സൗകര്യം പോലെ നമുക്ക് അവിടെ ചെയ്യാം, നീക്ക് പോക്കടുത്ത. അതായത് നമ്മളെ അവകാശം നമ്മൾ അങ്ങോട്ട് തന്നെ കൊടുത്തിട്ട്, അതൊക്കെ നമ്മളെ മാന്യത. ഇന്ന് എന്തിനാണ് അങ്ങനെ വെക്കാൻ കാരണം എന്നറിയങ്ങൾ? ആയിരം ഹിക്മത്തുണ്ട്. അതായത് പെൺകുട്ടികൾ മാത്രമാവുമ്പോൾ അവിടെ മുതലിൽ നിന്ന് അവരുടെ പിന്നെ മരിച്ച ആളുടെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയാൾക്ക് എളാപ്പ മൂത്താപ്പയുള്ള അത് വാപ്പാന്റെ സ്ഥാനത്താണ്. അങ്ങനെ ഒരു മുതൽ അവർക്ക് ഒരു അല്പം 3-ൽ 1 ഭാഗം നിശ്ചയിക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, അത് ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. പെൺകുട്ടികളല്ലേ, അവർ അബലകളാവും. അവർക്ക് ഒരു തുണ ആവശ്യമാണ്, സംരക്ഷണം ആവശ്യമാണ്. അപ്പോൾ മൂത്താപ്പാക്ക് ഓലെ സംബന്ധിച്ചിടത്തോളം അവരെ മൂത്താപ്പ എളാപ്പന്മാർക്ക് അവരെ മുതലിൽ ഓലപ്പാൻ്റെ മുതലിൽ ഒരു വീതം പഠിച്ചോൻ കണക്കാക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരേമാർക്കല്ലല്ലോ, അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും. അങ്ങനെ ചിന്തിച്ച് നോക്കി. അപ്പോൾ അതിലൊരു പോരായ്മ നമുക്ക് തോന്നൂല. മുതലിഷ്ടം പോലെ ഉണ്ട്, ആ പെൺകുട്ടികൾക്ക് ധാരാളമാണ്. ഇപ്പുറത്തെ എളാപ്പ മൂത്താപ്പന അത്ര തന്നെ ഇല്ലാത്തവരും തിടുക്കുള്ളവരുമാണ്. പരസ്പരമൊക്കെ നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ആണെങ്കിൽ ഒരു വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ഈ പെൺകുട്ടികളെ ഭാഗത്തുനിന്ന് വരികയാണ്, അത് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവർക്ക് എന്തായിരുന്നാലും ഉള്ളിൽ കുറച്ചും കൂടി ഒരു ദയ വന്നു, അവരോട് ഒരു സ്നേഹം വന്നു. അതുകൊണ്ട് അവർക്കൊരു കുറവോ ഒരു പോരായ്മയില്ലാതെ അവരെ ഭാവിയിലും നോക്കാൻ അവരെ കാര്യം. കാരണം ഉപ്പാൻ്റെ സ്ഥാനത്ത് പിമ്മി മാത്രമാണ്. എന്നാലും അവർ പോകുമ്പോൾ ഇനി വേറെ വഴിയൊന്നുമില്ല. അപ്പം അവരെ സ്ഥാനത്തേക്ക് നമ്മൾ എളാപ്പ മൂത്താപ്പ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്നുള്ള സൂറത്തിൽ കുൽന്ന് കൊടുക്കാതിരുന്നത്. കുൽ അഊദു ബിറബ്ബിൽ ഫലക്, കുൽ അഊദു ബിറബ്ബിൻ നാസ്, കുൽ ഹുവല്ലാഹു അഹദ്, കുൽ തബ്ബത്ത് യദാ അബീ ലഹബ്. അങ്ങനെ വരണം. അങ്ങനെ വരാനെന്താ? നബിയെ അങ്ങ് പറയുക അബൂലഹബ് നശിക്കട്ടെ, അങ്ങ് പറയുക എന്ന് പറഞ്ഞ് നബിയാണ് പ്രഖ്യാപിക്കേണ്ട ഒരു സിസ്റ്റം വേണ്ട. കാരണം അത് എളാപ്പ അത്ര മോശമാണെങ്കിലും ആരുടെ സ്ഥാനത്താണ്? പാപ്പാന്റെ സ്ഥാനത്താണ്. ആസർ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ മൂത്താപ്പയാണെന്നാണ് ഒരു അഭിപ്രായം. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ? ഇദ് ഖാല ലി അബീഹി ആസർ, തൻ്റെ പിതാവായ ആസറിനോട് ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ്. അപ്പൊ ആസർ പിതൃവ്യനാണ്, നേരെ ഉപ്പല്ല, പിതൃവ്യനാണ് എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഖുർആൻ അബ് എന്ന് ഉപയോഗിച്ചത്? പിതൃവ്യൻ ആരുടെ സ്ഥാനത്ത് തന്നെയാണ്? പാപ്പാന്റെ സ്ഥാനത്ത്. അങ്ങനെ അഭിപ്രായം വരാൻ കാരണം എന്നറിയാം, ഖുർആനിലെ ഒരു ആയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ മുതുകിലൂടെ അങ്ങ് കടന്നു വന്നത് അള്ളാഹു അറിയുന്നവനാണ് നബിയേ. സുജൂദ് ചെയ്യുന്ന സദ്വൃത്തരുടെ മുതുകിലൂടെയാണ് അങ്ങയുടെ ആത്മാവ് കടന്നു വന്നത്. അപ്പൊ നബിന്റെ ഉപ്പ, ഉപ്പാന്റെ ഉപ്പ, ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ, അങ്ങനെ അങ്ങോട്ട് ഈ പിന്നെ ആദം നബിയിലേക്ക് എത്തുന്നത് വരെ അതിൽ ആരും എന്തുണ്ടാവില്ല,
മോശപ്പെട്ടവരുണ്ടാവില്ല എന്നാണ്. അപ്പോൾ അവിടെ ഒരു സംശയം വരും. പിന്നെ നബിൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഉപ്പ അങ്ങനെ പോയാൽ ഇബ്രാഹിം നബിയിലേക്ക് എത്തും അല്ലേ? ഇബ്രാഹിം നബിൻ്റെ ഉപ്പ ആസറല്ലേ? ആസർ ബഹുദൈവ വിശ്വാസില്ലേനോ? അതിൻ്റെ ഒരു മറുപടിയാണ് എന്ത്? ആസർ ബഹുദൈവ വിശ്വാസിയല്ല. ആസർ ബഹുദൈവ വിശ്വാസിയാണ്. പക്ഷെ ആസർ ആരല്ല? വാപ്പല്ല, മൂത്താപ്പയാണ്. എന്നിട്ട് അവിടെ അബെന്ന് ഉപയോഗിച്ചത് വാപ്പാന്റെ സ്ഥാനത്ത് തന്നെയാണ്. പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ പെണ്ണുംകുട്ടികൾ മാത്രമാണ് അവർക്ക് 2 ഭാഗം കൊടുത്തിട്ട് പിന്നെ അതിൽ എളാപ്പ മൂത്താപ്പാർക്കൊരു ഇത് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം പറയുന്നത് ഇതാണ്. അതിന്റെ കാരണം വളരെ വ്യക്തമായിട്ട് കാണാം. അതിന്റെ കാരണം ഇതാണ്, ഒരു സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മഹാനായ നേരത്തെ പറഞ്ഞ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അതിന്റെ ഇതിൽ നമ്മൾ പറഞ്ഞു, ഓരിച്ചു കൊടുത്ത് പറഞ്ഞു. ഇനി വേറെ ഒരു ചരിത്രത്തിൽ കാണാം, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനൊരു മകള് മാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ മുതൽ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ഭാഗത്ത് ധർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ സ്വീകരിച്ചില്ല. 3ൽ 1 ഭാഗം എടുത്തിട്ട് 3ൽ 2 ഭാഗം ചെയ്തു അങ്ങോട്ട് തന്നെ കൊടുത്തു. ഒരു മകളെ ഉള്ളൂ സംഭവം. മകളാവുമ്പോൾ പകുതി ഉണ്ടാകുക ഒരു മകളാവുമ്പോൾ. എന്നാൽ അവിടെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം എന്ന് പറഞ്ഞത് സ്വീകരിച്ചില്ല. ആ രീതി സ്വീകരിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ വളരെ യുക്തമായ ഒരു നിലപാടാണ്. ഇനി അതിന്റെ ബാക്കി അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ആണിന്റെ പകുതി പെണ്ണിന് എന്നുള്ള രൂപത്തിൽ. ഇനി പെൺകുട്ടികൾ 2-ലധികം ഉണ്ടെങ്കിൽ ആകെ മതിലിന്റെ 3/2 ഭാഗം. ഇനിയോ ഇനി പെൺകുട്ടി 1 മാത്രമാണെങ്കിൽ, ഇനി ഒരാൾക്ക് ഒരു പെൺകുട്ടി മാത്രമാണ്, ഫലഹന്നിസ്, അവൾക്ക് പകുതി ഉണ്ടാവും. ആകെ മുതലിന്റെ പകുതി ഉണ്ടാവും. ഈ വാപ്പാക്കുണ്ട്, ഓൽക്ക് ഉമ്മയുണ്ടെങ്കിൽ ഉമ്മാക്കുണ്ട്, അത് വേറുണ്ട്. അതുപോലെ തന്നെ ഈ മരിച്ചാക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യക്ക് വിഹിതമുണ്ട്, ഒക്കെ ശേഷം വരുന്നുണ്ട്. എന്തായിരുന്നാലും മക്കളെ കാര്യത്തിൽ ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ ഓൾക്ക് ആകെ മതിലിന്റെ പകുതി അവൾക്കായിരിക്കും. ഇനി നോക്കൂ, വലിയബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. ഒരാൾ മരിച്ചപ്പോ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ അയാളെ മാതാപിതാക്കൾക്ക് 6/1 വീതമായിരിക്കും. വലിയ അബവൈഹി, മാതാപിതാക്കൾക്കുണ്ട്. ലികുല്ലി വാഹിദിൻ മിൻഹുമ, മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കുണ്ടാവും അസ്സുദുസു 6/1. മിമ്മാ തറക്ക, മരിച്ച ആള് ഉപേക്ഷിച്ചു പോയ മുതലിന്റെ 6/1 ഉണ്ടാവും. എപ്പോ? ഇൻകാന ലഹു വലദുൻ, മരിച്ച ആക്ക് മക്കളുണ്ടെങ്കിൽ. അപ്പൊ മരിച്ച ആക്ക് മക്കളുണ്ടെങ്കിൽ ഉമ്മാക്കും വാപ്പാക്കും 6/1 വീതം ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ആൺകുട്ടികളതും പെൺകുട്ടികളതും ആണൂരും പെണ്ണൂരും എന്ത് ചെയ്യേണ്ടത്? വെക്കേണ്ടത്. ഫഇല്ലം യകുൻ ലഹു വലദ്, ഇനി മക്കളില്ല, ഒരാൾക്ക് മക്കളില്ല. വവരിസഹു അബവാഹ്, ഇനി മാതാപിതാക്കൾ അവരനന്തരെടുക്കും. അപ്പൊ എങ്ങനെ കാരണം? ഫലി ഉമ്മിഹി സുലുസ്, ഉമ്മാക്ക് 3/1 ബാക്കിയുള്ള വാപ്പാക്കുണ്ടാവും. മക്കളില്ല, ഒരാൾ മരിച്ചപ്പോ അയാൾക്ക് മക്കളൊന്നുമില്ല, ഉമ്മി വാപ്പിയുണ്ട്. എന്നാ ഉമ്മാക്ക് 3/1 ഉണ്ടാവും. മക്കളുണ്ടെങ്കിലാണ് 6/1, അല്ലെങ്കിൽ ഉമ്മാക്ക് 3/1 ഉണ്ടാവും, ബാക്കി വാപ്പാക്കുണ്ടാവും, കഴിച്ചു ബാക്കി. ഫഇൻ കാന ലഹു ഇഖ്വ, ഇനി മയ്യത്തിന് സഹോദരിമാരുണ്ടെങ്കിൽ ഫലി ഉമ്മിഹി സുദുസ്, അപ്പൊ ഉമ്മാക്ക് 6/1 ആകുന്നു. അപ്പൊ ഉമ്മാക്ക് 6/1 ഉണ്ടാകുക. അതായത് ഒരാൾ മരിച്ചപ്പോ അയാൾക്ക് ആരുണ്ട്? ജ്യേഷ്ഠന്മാരുണ്ട്, പെങ്ങന്മാരൊക്കെ ഉണ്ട്, അതുപോലെ ഉമ്മയുണ്ട്. അവിടെ ഉമ്മാക്ക് 6/1 കിട്ടുള്ളൂ. ബാക്കി ആർക്ക് പോകും? സഹോദരങ്ങൾക്ക് പോകും. സഹോദരങ്ങളില് ആണും പെണ്ണും ഉണ്ട്, പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും ഉണ്ടെങ്കിൽ അവിടെ അതേപോലെ ആണൂരും പെണ്ണൂരും പോകും. ഈ പറയപ്പെട്ടതൊക്കെ എപ്പോഴാണ് അറിയങ്ങള്? മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ, ആ മരിച്ച വ്യക്തിയുടെ വസിയ്യത്തും കടവും കഴിഞ്ഞതിന്റെ ശേഷമാണ്.
ഈ മുതൽ ഓഹരിയൊക്കെ എപ്പോഴാന്ന് വെച്ചാൽ കടം വീട്ടിയിട്ടും വസിയത്ത് പൂർത്തിയാക്കിയിട്ടുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വസിയത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വസിയത്ത് മാക്സിമം ചെയ്യേണ്ടത് 1/3 ഭാഗമാണ്. അതിലേറെ വസിയത്ത് ചെയ്യരുത്. 1/3 ഭാഗമാണ് വസിയത്ത് ചെയ്യാൻ എന്തെയുള്ളൂ ഒരാൾക്ക് അവകാശമുള്ളൂ. മുതൽ മുഴുവൻ തരാമെന്ന് പറഞ്ഞപ്പോൾ നിവിധങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇന്നാൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില ഭാഗങ്ങൾ. അപ്പോൾ വസിയത്തും കടവും കഴിച്ചിട്ടാണ്. അതൊക്കെ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കടങ്ങൾ ചില ആൾക്കാർ അത് ശ്രദ്ധിക്കാറില്ല. അതിലൊന്നും ഒരു വലിയൊരു അപ്പോൾ ബാക്കിയുള്ളവരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അതാണല്ലോ പിന്നെ ഒരാൾ മരിച്ചപ്പോൾ അനൗൺസ് ചെയ്തില്ലേ ഉസ്താദ്, ഇദ്ദേഹത്തിൻ്റെ വാക്കാലൊക്കെ ഉള്ളത് പുറത്തിറക്കണം, സാമ്പത്തികമായിട്ടുള്ളത് പിന്നെ മൂത്ത മകന് ഏറ്റെടുത്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഒന്നാം സ്വപ്നം ഒരാൾ പറഞ്ഞല്ലോ, ഓൻ തരാനുള്ള തന്നെ തരുന്നില്ല, ഓൻ തരാനുള്ള തന്നെ തരുന്നില്ല, അങ്ങട്ടല്ലേ വാപ്പാൻ്റെ ഏറ്റെടുത്തിട്ട് ഓൻ തരിക എന്ന് പറഞ്ഞല്ലോ. അത് സത്യമാണ്. ഈ കൈകാര്യം ചെയ്യേണ്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരിക്കന്നെ ഹജ്ജ് നിർബന്ധമായി ചെയ്യാത്തൊരുപാട് ആൾക്കാർക്ക് മുതലുണ്ടാവും. നമ്മൾ പൈസ ഇല്ലല്ലോ എന്നറിയാം, അതിന് പൈസയായി വെക്കണം എന്നില്ലേ. ആ പൈസ ആക്കാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മുതലല്ലേ. 4-5 സെന്റ് സ്ഥലം നമുക്കുണ്ടെങ്കിൽ പിന്നെ വിൽക്കാണ്ടെങ്കിൽ അത് വിറ്റിട്ടേൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ആ ചിലരൊക്കെ എന്ത് ചെയ്യും, അതിന് ആളെ ഏൽപ്പിക്കും. ഇന്നലെ മിഞ്ഞാന്ന് വേങ്ങരന്ന് എനിക്ക് ഒരാൾ വിളിച്ചുപെടുന്നു, വാപ്പ അല്ല അമ്മ ചെയ്തിട്ടില്ല, എന്താ ചെയ്യേണ്ടത്? ഞാൻ ചുമ്മാക്ക മുതലുണ്ടോ ചോദിച്ചാൽ നല്ല മുതലുണ്ട്, ചെയ്യാറുതി എന്ന്. അതിൻ്റെ ഇടയിൽ പിന്നെ പറ്റിയില്ല, മരിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഉമ്മാൻ്റെ ഹജ്ജ് ഒരാൾ ചെയ്താൽ പക്ഷെ ചെയ്യേണ്ടോല് ഓലത് ചെയ്തിട്ടുമാണ്. അപ്പോൾ ഓല ആരും ചെയ്തിട്ടില്ല, അപ്പോൾ സമയമെടുക്കും, ഓലത് കഴിയണം. ഇത് കാഴ്ച നടക്കേണ്ട വിഷയമല്ലല്ലോ. നമ്മൾ കരുതിയ പോലെ ഒറ്റ പോക്ക് രണ്ടിട്ടും നടക്കൂല. ഏതെല്ലാം അവർ പറഞ്ഞു ഇതിന് ആളുണ്ട് എന്ന് പറഞ്ഞു, ഏൽപ്പിക്കാം, നമുക്ക് പുറത്താരി ഏൽപ്പിക്കാം, അകത്തോ പുറത്തോ ആരും ഏൽപ്പിക്കാം, അനീയത്തിൽ ഒരു ചെയ്യേണ്ടി വരുന്നുള്ളൂ. എന്നാലേ ഈ ബാധ്യത കൂടെ ഉള്ളൂ. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഈ കടം എന്നുള്ളത്, കടവും വസിയത്തും. അപ്പോൾ ചില ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു ഭാഗ്യമാട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ നല്ല കാര്യത്തിന് വസിയത്ത് ചെയ്യാം. നല്ലൊരു കാര്യത്തിന് ചിലപ്പോൾ ഒരു കുട്ടിക്ക് വീടെടുത്ത് കൊടുക്കാനായിക്കാണ്, ചിലപ്പോൾ കുടുംബത്തിൽ വളരെ അവശരായവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴല്ലേ ഇതാകുക. ഇപ്പോൾ ഉമ്മാനെയും വാപ്പാനെയൊന്നും തീരെ നോക്കാത്തൊരു ചെറുപ്പക്കാരന് ഈ ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ കുറച്ച് പ്രശ്നമാണ്. ഇന്നലെ എന്നോട് അവിടുത്തെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഉമ്മാനെ വേണം, ഉമ്മ അടുത്തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു വില വേറെയാണേ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കളികാരം വരക്കും, ഉമ്മ പോരാ, ചുറുക്ക് പോരാന്നൊക്കെ തോന്നും. എപ്പോഴാണ് അസുഖം വരാമെന്ന് അറിയാൻ പറ്റും, ഓരോ കാരണങ്ങൾ. ഇപ്പോൾ അടുത്തും മെന്നമാണ്. എത്ര ഇടങ്ങാറാക്കിക്കണം അതിനനുസരിച്ച് വിഷമം തന്നെ ഉണ്ടാവും. അതിനെ ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുമെന്ന് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഈ മരണക്കണ ആസന്നമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വസിയത്ത് ചെയ്യാൻ കൊണ്ട് തോന്നും. അപ്പോൾ നമ്മൾ ഉത്തരവാദപ്പെട്ട ആൾക്കാർ വരുമ്പോൾ ഞങ്ങളോട് വസിയത്ത് ചെയ്യണം. എനിക്ക് ഒരുപാട് സ്ഥലം പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ഒരു 50 സെൻറ്റ് നമ്മൾ പള്ളിയേക്ക്, അത് 50 സെൻറ്റ് മദ്രസ, അങ്ങനെയൊക്കെ പാടെ വസിയത്ത് ചെയ്യും. മക്കൾക്ക് പറ്റൂല കേട്ടോ. മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ സെക്രട്ടറിനോടോ പ്രസിഡന്റിനോടൊക്കെ ഉത്തരവാദപ്പെട്ടവരോട് പറഞ്ഞാണെങ്കിൽ അവിടുന്ന് മാറിയാണ്ട് പറയും, ഇപ്പം അത് 2 ദിവസമായിട്ട് തീരെ ഓർമ്മയില്ല കേട്ടോ. വല്ലാതെ പിച്ചും പേയും പറയുന്നുണ്ട്, എന്താ അറിയില്ല, അവർ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇവരെ കാര്യമാക്കും. അപ്പോൾ ഈ വസിയത്തും കൂടി ആക്കാനുള്ള പരിപാടിയാണ്. അയാൾ ഒരു നല്ല ഓർമ്മയോടുകൂടെ പറഞ്ഞത് മക്കൾക്ക് അറിഞ്ഞുകൊണ്ടെങ്ങാനും ഇങ്ങനെ കാട്ടിയാലേ ആ മുതലുകൊണ്ടാണ് ഇടങ്ങാറാവും. പിന്നെ ഉപകരിക്കൂല, ഉപകാരപ്പെടൂല. സന്തോഷം വേണ്ട സഹോദര, സന്തോഷം സമാധാനമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട. സന്തോഷവും സമാധാനമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട. അതില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടുണ്ട്? അതൊന്നും മനുഷ്യന്മാർ മനസ്സിലാക്കൂല. അപ്പൊ ഈ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ മുതലോരിയേക്കുന്നത്. അതുപോലെ കടവും അതാണ് നമ്മളൊക്കെ എഴുതിയേക്കണം. എല്ലാം കൃത്യമായിട്ട് എഴുതിയേക്കണം. ഒരാളേലും അറിയണം. വലിയ വലിയ കടങ്ങളൊക്കെ വീട്ടുമ്പോൾ നമ്മൾ ഒരാളേലും അറിയിക്കണം. സംശയങ്ങളില്ലാതിരിക്കാനാണ് പിന്നീട്.
അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പള്ളിൻ്റെ ഉത്തരവാദപ്പെട്ട ആളാണ്. നമ്മൾ പിന്നെ ഒരു സ്ഥലത്തുനിന്ന് 20 പോത്തിന് ഒന്നായിട്ട് എടുത്തതാണ്. അതിനിപ്പോൾ ഒരു 10-15 ലക്ഷം കൊണ്ടേ കൊടുക്കാണ്ട് അത് ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞാണ്ട് ഒറ്റക്കാണ് പോയി കൊടുത്ത് പോലെ എടുത്തത്. മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പം എന്ത് ചെയ്യണം? അതിൽ ബുദ്ധി എന്താണ്? ഉത്തരവാദപ്പെട്ട ഒരാളെയും കൂടി കൂട്ടുക. എല്ലാ കാര്യങ്ങൾക്കും പിന്നീട് ഒരിത് വരരുത്, പിന്നീട് വരരുത്. ഇപ്പം നമ്മളെ കിഡ്നി മാറ്റിയേക്കേണ്ട ശസ്ത്രക്രിയക്ക് പൈസ ഏൽപ്പിച്ചു, നമ്മളത് അതിനൊരു കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ അപ്പം നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ചെയ്തില്ല. നമ്മളെന്ത് ചെയ്തു? ആ വീട്ടിലെ ജ്യേഷ്ഠന്മാരൊക്കെ ഓരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഓരൊക്കെ സാന്നിധ്യത്തിൽ ഓരോ ഉമ്മാൻ്റെ കയ്യിലാണ് പൈസ കൊടുത്തു. നമ്മളെ പൈസ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്ത് പിന്നെ ഓല് ഏൽപ്പിച്ചോട്ടെ. അപ്പോൾ നിങ്ങളൊരു അമാനത്തായിട്ട് നമ്മളെ ഏൽപ്പിച്ചത് അത് അങ്ങനത്തെ കാര്യങ്ങൾ പൊതു കാര്യങ്ങളാകുമ്പോൾ അങ്ങനെ ആണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിന് തൃപ്തിയായി. അൽഹംദുലില്ലാഹ് നമ്മുടെ ആ സഹോദരൻ നല്ല റാഹത്തിലാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീഡിയോ കോളിലൊക്കെ അങ്ങോട്ട് സംസാരിക്കണം. പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കും അതിന് ആവശ്യം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ കഴിഞ്ഞിട്ടാണ്. നല്ല റാഹത്ത്. അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? പിന്നെ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഈ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിലത് പറഞ്ഞു തീർക്കാവുന്ന കടങ്ങളേക്കാണ്. ചിലപ്പോൾ കടയിൽ നിന്ന് ചെറിയ സാധനം വാങ്ങിയത് ചെറിയ വിഷയക്കാർ, ചിലപ്പോൾ ചായ കുടിച്ച പൈസ ഹോട്ടലിൽ കൊടുക്കാനുള്ളത്, അതൊക്കെ നമ്മൾ വീട്ടാൻ പോയാൽ നിങ്ങളെപ്പി ഞാൻ അത്രയും ബന്ധേനും ഞാനത് വിട്ടുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത് എന്നാൽ ഓക്കെ. പക്ഷെ നമ്മളെ മാന്യത എന്താ? എത്ര ചെറിയ സംഖ്യയാണെങ്കിലും അതെന്ത് ചെയ്യണം? നമ്മളും എന്ത് ചെയ്യണം എന്നറിയണം. നമ്മളെല്ലാം എഴുതിയേക്കണം അത്തരം കാര്യങ്ങളൊക്കെ. സ്വന്തം ഭാര്യനെ കുട്ടികളൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ അറിയിക്കണം. ഇത് ചിലത് ഒരു ഓർഡറും ഉണ്ടാവില്ല, ആർക്കൊക്കെ കൊടുക്കാൻ. ചിലർ മുണ്ടൂല, മനസ്സിലൊരു പൂർത്തിയാടേക്കാരം. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ. ബുദ്ധിമുട്ടാണ്. ചിലർ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് തരാണ്ട് ഇതിനെന്ത് തെളിവുള്ള അവിടെ ചടിച്ചില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ മുതൽ ഓഹരി വെക്കുന്ന ഈ പറയപ്പെട്ട വിഹിതമൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? അള്ളാഹു പറയാണ്, അത് നിങ്ങൾ വസിയ്യത്തും അതുപോലെ കടവും കഴിച്ചതിൻ്റെ ശേഷമാണ് അത് വീട്ടണം. വസിയ്യത്ത് വേഗം അതുപോലെ വീട്ടുക, അതുപോലെ കടം കൊടുക്കാനുള്ളത് വീട്ടുക. അല്ലെങ്കിൽ ആ വിഷയം പറഞ്ഞ് ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് നിങ്ങൾ ആ സ്ഥലം വിറ്റിട്ടണ തരണ്ടിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ മതി. നമ്മൾ കടമൊക്കെ ഉണ്ടെങ്കിൽ ഹജ്ജിനും ഉംറയ്ക്ക് പോകുമ്പോൾ പറയണം എന്നറിയല്ലോ, സമ്മതം വാങ്ങിയാൽ മതി. നമ്മൾ കൊടുക്കാണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ഉംറയ്ക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് ഇത്ര തരാണ്ട്. അപ്പോൾ അവൻ പറയാണ്, പിന്നെ ഉംറയ്ക്ക് ഇപ്പോൾ എത്രയാവും? ഉംറയ്ക്ക് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷമൊക്കെ ആവും, പിന്നെ ഒക്കെ പാടെ ഒരു 1.25 ലക്ഷമൊക്കെ ആവും. അപ്പോൾ അവൻ പറയാണ്, നിങ്ങളിപ്പോൾ നമുക്ക് എത്രയാണ് തരാനുള്ളത്? എനിക്കിപ്പോൾ ഞാനൊരു 50,000 ഉണ്ട്, 50,000 കൊണ്ട് അങ്ങോട്ട് പോകാൻ എൻ്റെ ഉംറ കേട്ടോ എന്ന് പറയാണ്ടില്ല. എടാ ഉംറ കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? അത് കൊടുക്കണം, അത് കൊടുത്തിട്ട് പോകണം. അല്ല, ഓൻ പറയണത് പ്രശ്നമില്ല, എനിക്ക് അർജൻറ്റൊന്നുമില്ല, ഞങ്ങൾ പോയിക്കോളെ, അത് നടക്കട്ടെ, കാരണം എപ്പോഴും നടക്കൂല, ഞങ്ങൾ പോയിക്കോളെ, കഴിഞ്ഞിട്ട് മതി, എനിക്ക് ടൈമുണ്ടല്ലോ. എന്നാൽ ശരി, കുഴപ്പമില്ല. അവധി ഇറങ്ങിയത് അവധി പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 5 കൊല്ലം കഴിഞ്ഞിട്ട് തരാറുണ്ടാണ്, അങ്ങനെ കരാർ ചെയ്തതാണ്. അതിലിപ്പോൾ ഉംറക്കോട്ടിന് കുഴപ്പമില്ല, 5 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ. അവധി ഇറങ്ങിയത് ഉണ്ടാവും, കിട്ടിയാൽ തരട്ടോ പറഞ്ഞ്. അത് ഓനോട് പറയാതെ വല്ല വിടാൻ പാടില്ല. എന്നെ കണ്ടില്ലല്ലോ ഞാന്നറിയും, ഉംറക്ക് പോയി കണ്ടേ, ഉംറക്കല്ലേ കൊണ്ടേ, അത് പറഞ്ഞു പോകണം, അത് പറഞ്ഞ് തീർക്കന്നെ വേണം. അപ്പോൾ ഇതൊക്കെ മുതൽ ഓഹരി വെക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക? ഈ കടങ്ങളൊക്കെ എന്ത് ചെയ്യണം? തീർക്കണം, ആ കാര്യങ്ങൾ ചെയ്യണം. ഇനി നോക്കൂ, ഇനി ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പാക്ക് അത്ര, ഉമ്മാക്ക് 3-1 വരേണ്ടത്, 6-1 വരേണ്ടത്, വാപ്പാക്ക് 6-1 വരേണ്ടത്, കഴിച്ച് ബാക്കി മുഴുവൻ കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ അള്ളാഹു തആല പറയാണ്, ആബാഉകും വഅബ്നാഉകും ലാ തദ്റൂന അയ്യുഹും അഖറബു ലക്കും. നിങ്ങളുടെ മാതാപിതാക്കളാകട്ടെ, നിങ്ങളെ മക്കളാകട്ടെ, ആരാണ് നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തത് എന്ന്, നഫ്റൻ ഏറ്റവും ഉപകാരം കൊണ്ട് അടുത്തതെന്ന് നിങ്ങൾക്കറിയില്ല. അതായത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം വെച്ചത്? വാപ്പാക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ മുതലിൽ ഇങ്ങനെ കുറേ അവകാശികളെ വെച്ചത്. വാപ്പാരാണെങ്കിലും ഉമ്മാരാണെങ്കിലും മക്കളാണെങ്കിലും ആരിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം കിട്ടുക നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ പൊതുവെ ആൾക്കാർക്ക് എന്തേക്കാനും തോന്നാറ്, ഞങ്ങൾ എൻ്റെ കുട്ടിയാക്ക്, അങ്ങനെ ഒരു തോന്നലാണ് വരിക. ഒക്കെ എൻ്റെ കുട്ടിയാക്ക്.
അവിടെ ഉമ്മാനെയും വാപ്പാനെയും കൂടിയും തഴയാനേക്കാരം ചിലപ്പോൾ മനസ്സിലെന്ത് എത്തിനാ ഓൽക്കഞ്ഞ മുതൽ ചിലയിടത്തൊക്കെ ഉണ്ട് അങ്ങനെ മുതൽ വരെയൊക്കും കേട്ടോ എന്ത് അല്ലെങ്കിൽ ഉമ്മങ്ങൾക്ക് എത്തിനാ മുതൽ നിങ്ങൾ ചോദിക്കും. പക്ഷെ അധികം ചിലയിടത്തൊക്കെ ഇപ്പം ഉണ്ടായാലും എങ്ങനെയാണ് നല്ല ഫാമിലിയാണെങ്കിൽ ഉമ്മാര് പറയുന്നത് പിന്നെ എനിക്ക് ഒരു ഓരോന്നും വെക്കണ്ട കേട്ടോ, പിന്നെ നിങ്ങൾ ആ ഓരിയൊക്കെ നിൽക്കണം, നിങ്ങൾ ഇന്നല്ല നോക്കണ്ട, എനിക്ക് പിന്നെ മുതലിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ അത് നിങ്ങൾക്കാണ് വരച്ചത് എന്ന് പറയേണ്ട എത്രയോ ഉമ്മാരുണ്ട്, എത്രയോ ഉമ്മാരുണ്ട്. ആയിട്ട് ഞാൻ എൻ്റെ ഉപ്പാക്ക് ഒരു 60 സെന്റ് സ്ഥലമുണ്ട്, 60 സെന്റ് സ്ഥലമുണ്ട് ആകെ. ആ 60 സെന്റ് സ്ഥലത്ത് പിന്നെ 2 വീടുണ്ട്, ഒന്ന് തറവാടും ഒന്ന് അഞ്ചനും കയറ്റും. അത് നേരാണ് പകുതി ആയിക്കാണ്ട് ആ 2 അഞ്ചന്മാരുടെ പേരിൽ ഞങ്ങൾ ബാക്കി 4 മക്കൾ ആണ് വീഴ്ച കൊടുത്തത്. ഞാനും എൻ്റെ ജ്യേഷ്ഠ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലം ഞങ്ങൾ നേരത്തെ വാങ്ങിയതിനൊരു 14 സെന്റ്, അതാണ് പകുതി ആയിക്കാണ് ഞങ്ങൾ ഓരോ വരായിട്ട്. പിന്നെ ഈ ബാക്കിയുള്ളിടത്ത് പിന്നെ എൻ്റെ തറവാട് നിൽക്കേണ്ട ചെറിയ അഞ്ചൻ്റെ പേരിൽ എഴുതി കൊടുത്തു, മറ്റേത് അവിടെ ഒരു അഞ്ചനോട് അവിടെ വരായിട്ട് എൻ്റെ എഴുതി കൊടുത്തു. ആ 2 കൊടുത്തു. ഞങ്ങൾ 6 ആൾക്കാരുണ്ട്. ഞങ്ങൾ അതിനൊന്നും പറ്റിയില്ല, ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ തീരുമാനിച്ചു. എന്തോ ഒരു സന്തോഷമാണ്. ഒരു പറഞ്ഞ അങ്ങനെ വേണ്ട, അല്ല അങ്ങനെ മതി പറഞ്ഞു. എൻ്റെ അഭിപ്രായം അല്ല, എൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ സ്വീകരിച്ചു, നമുക്ക് അങ്ങനെ ആക്കിയാൽ മതിയാണ്, ഒരു പ്രശ്നമില്ല. ഉമ്മാൻ്റെ പേരിൽ ഓരോന്നും വെച്ചിട്ടില്ല. ഉമ്മ പറഞ്ഞ് ചെത്തിനാ മതി, നിങ്ങൾ നല്ല നോക്കണ്ടല്ലോ ഇത്രയുള്ള ഇത് ഞങ്ങൾ തീരുമാനിച്ചു. അല്ലെങ്കിലോ ആ കണ്ണായ സ്ഥലം എനിക്ക് വേണം. എനിക്കാകെ ഒരു പെങ്ങളുള്ളൂ, അളിയാൻ പെങ്ങളെ തിരിയായിട്ട് വിട്ടാലോ വിട്ടുകൊടുക്കണ്ട കേട്ടോ, അതിനുള്ള സാധനമല്ലേ. എൻ്റെ പെങ്ങളും വന്ന് വിശ്വത്തും വേണ്ട. എന്തൊരു എല്ലാവരും അങ്ങനെ പറയണമെന്നല്ല കേട്ടോ. ഇനി അങ്ങനെ പിന്നെ ആരെങ്കിലും ഒരാൾ എടുക്കണത് ഞാനായിക്കോട്ടെ, ഞാൻ എടുത്തോളം നിങ്ങളൊക്കെ പുറത്ത് നൽകിയ ഭയങ്കര പുണ്യാണ് പറഞ്ഞാൽ അടിയാണ് കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനല്ല ഞാൻ പറഞ്ഞെന്താ, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. എന്നാൽ ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും എല്ലാ കാലം. ഇപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആശ്ചര്യമാണ്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു കിണറാണ്. അതുകൊണ്ട് അള്ളാഹു ഭയങ്കര ബർക്കത്ത് തന്നു. ഞങ്ങൾ 4 പെരയ്ക്ക് അടിച്ചിട്ട് വെള്ളം കഴിഞ്ഞില്ല. ആ കിണറിൻ്റെ അടിയിലാണ് ഒരു പാറ വിരിച്ചു വെച്ചായിരിക്കാണ്. കിണർ നന്നാക്കുമ്പോൾ കഴുകി തുടച്ചെടുക്കലാണ്. എല്ലാ കാലത്തും വെള്ളമുണ്ട്. ഞങ്ങൾ 4 പെരയ്ക്ക് അടിക്കുന്നുണ്ട്. എത്ര വെള്ളം വേണം, എത്ര അടിച്ചിട്ടുണ്ട് അറിയാം ഞങ്ങൾ. അതുകൊണ്ട് പഠിച്ചാൽ ആ വെള്ളം ഇതങ്ങനെ നിലനിർത്തി തന്നെയുണ്ട്. വന്നാൽ എല്ലാവരൊക്കെ ഒന്നിങ്ങനെ നോക്കും, ഈ പൈപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണുണ്ട് കണ്ട്. ഈ 4 മോട്ടറും 4 വീട്ടുമെന്നുള്ള വെള്ളം മഴക്കുഴിയൊക്കെ വന്നിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് കിണറ്റിക്ക് വരണ്ടോ. ചിലരൊക്കെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകണമാണ്. നമ്മുടെ വീട്ടുകാരിലൊക്കെ വരണ്ടോ, തിരക്കടില്ലല്ലോ പറഞ്ഞാണ്. ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്നാണ്ട് നോക്കിയിട്ട് ഇങ്ങനെ അടിപൊളി ഇത് സാറിയണ പറഞ്ഞാണ്ട്. എന്നാൽ നമുക്ക് ആ സന്തോഷം എല്ലാ കാലത്തും ഉണ്ടാവും. ഇത് നമ്മൾ ഒരേ ചോരയിൽപ്പെട്ടവരെന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വഴി തടയുന്ന അവസ്ഥയും മറ്റൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര സങ്കടമുള്ള. പല്ല് കുത്തി മണക്കുക അറിയില്ലേ, വേറുള്ളവർക്ക് ചിരിക്കാൻ അവസരമാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ അതൊന്നൊക്കെ ഒഴിവാക്കി അതൊന്നും വേണ്ടാത്തൊരവസ്ഥയിൽ പോകുന്ന രംഗാലോചിച്ച് നോക്കി. നിങ്ങൾ കൈയഴിഞ്ഞു ഇനി വേണ്ട അവസ്ഥ ഉണ്ട്. ആൾക്കാർക്കൊക്കെ ഒരു തമാശകാരം. മയ്യത്ത് സ്കരിക്കുന്ന സമയത്ത് പോലും എന്തുണ്ടാവില്ല, ഒരു റാഹത്തുണ്ടാവില്ല. അല്ലാഹു മഗ്ഫിർലഹു മുറുകാത്ത അവസ്ഥ വരും. അതിലൊക്കെ നമ്മളെ ഖുർആൻ ക്ലാസ്സിന് വരുന്ന നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ദീനുണ്ടല്ലോ, ദീനുണ്ട്. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ഇത്തരം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വല്പം വിട്ടുവീഴ്ച തന്നാൽ മതി. അപ്പോൾ മറ്റവർക്ക് തന്നെ അത്ഭുതം തോന്നും. അതൊക്കെ ഞാൻ ഓൻ അങ്ങനെ വിട്ടുവീഴ്ചയും കരുതിയില്ലേനോ, എന്നാൽ നമുക്ക് പഠിച്ചം വർക്കത്തെയും ചെയ്യും. വിട്ടുവീഴ്ച ചെയ്യേണ്ടയിടത്ത് കേട്ടോ. ചിലയിടത്ത് നമ്മൾ 1 ഇഞ്ച് പിറകോട്ട് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്താ മതി, അതൊക്കെ വേറിട്ട് മനസ്സിലാക്കാനുള്ള കഴിവെന്നുണ്ട് നമുക്കുണ്ടല്ലോ. വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഇവിടെ തന്നെ നോക്കൂ. അള്ളാൻ്റെ ആ പ്രയോഗം നമുക്ക് ചിലതിൻ്റെ ഗുട്ടൻസ് തിരിയില്ല. അതുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ മക്കൾക്ക് അത്ര ഇപ്പാക്കത്ര ഇപ്പം വയസ്സായില്ലെന്നൊക്കെ കരുതും. നമുക്ക് ആരെക്കൊണ്ടാണ് ഉപകാരം നിങ്ങൾ അറിയില്ലട്ടോ. ചിലപ്പോൾ എന്താ ഉണ്ടാകുക അറിയോ, വാപ്പാക്ക് ഇപ്പോൾ ഒരു വീതം കൊടുത്തു, വാപ്പാക്ക് വയസ്സായിക്കണം, വാപ്പാൻ്റെ മനസ്സ് തട്ടി വാപ്പ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഇങ്ങനെ ദാനം ചെയ്യണം. തഫ്സീറിൽ അതിന് ഒരു ഉദാഹരണം പറയേണ്ടതാണ്. വാപ്പ അതിൽ നിന്ന് കിട്ടേണ്ട വരുമാനമൊക്കെ ഇങ്ങനെ ദാനം ചെയ്യാണ്. വാപ്പാൻ്റെ മനസ്സിൽ ഇത് വരക്കുണ്ടെന്ന് എൻ്റെ കുട്ടീൻ്റെ കബർക്ക് എത്തിച്ചു കൊടുക്കണേന്നാ. അത് ചിലപ്പോൾ സ്വന്തം മക്കൾ ചെയ്യുന്നുണ്ടാവില്ല. ഒരു കരു പിടിപ്പിക്കാൻ ഒരു കുറേ പദ്ധതികളുണ്ടാവും, അതിന് തയ്യാത്ത അവസ്ഥയെ കാരണം
വാപ്പ നല്ല റാഹത്തിൽ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നേരെ തിരിച്ചു ചെയ്യാറ്. നിങ്ങൾക്കറിയില്ല കേട്ടോ, അള്ളാഹു നമ്മളോട് പറയാം, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും എന്ത് ചെയ്യണം, ആരെ കൊണ്ടാണ് ഉപകാരം ലഭിക്കുക എന്ന് പറയാൻ പറ്റൂല. ഏതുപോലെ നമ്മളുണ്ടല്ലോ ഈ പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അയലോകത്ത് കുതിര കൊണ്ടുപോയി കൊടുക്കൽ. മാങ്ങാനല്ലേ നമ്മളെ മൂച്ചിമൊരു മാങ്ങണ്ട്, നല്ല മാങ്ങയാണ്, അപ്പോൾ നമ്മൾ അയലോകത്ത് കൊടുത്തു. നല്ല ചക്കയാണ്, അയലോകത്ത് കൊടുത്തു. അപ്പോൾ ഒരു പറയും, ചിലപ്പോൾ കുട്ടികൾ തന്നെ പറയും, ഉമ്മാക്ക് എന്തുണ്ടെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. വാപ്പാനെ പറ്റി ചിലപ്പോൾ മക്കൾ പറയും, ചിലപ്പോൾ ഉമ്മാനെ പറ്റി വാപ്പ പറയുന്നുണ്ടോ, എനിക്ക് കരടത്താനല്ലേ ഉള്ളൂ, എനിക്കെല്ലാം സാധനം ഇവിടുന്ന് കര കടത്താനല്ലേ. അനി ഇങ്ങനെയൊക്കെ പറയണ്ട വാപ്പാക്ക് നെഞ്ചുവേദന വന്നു. സംഭവം 2-3 കാറുകൾ അവിടെ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, പോട്ടിങ്ങോട്ട് വയറത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയണില്ല. അയലോക്കാരനാണ് ഈ കാറ് വിടാനും അറിയില്ല, ഓനോ ഓട്ടോറിക്ഷകളിൽ തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഓട്ടോറിക്ഷയിലേക്ക് മറക്കുമോ, ആ സമയത്തിനോടാണ് എത്തിച്ചോടെ ഹോസ്പിറ്റലിൽ. ഇനി പെണ്ണുങ്ങളോട് പറയും, നോക്കേ ഞാൻ ചക്കൻ്റെ ബോധ്യം കൊടുത്തില്ലേ, കൊടുക്കട്ടോ, പായസം ഉണ്ടാക്കിയപ്പോൾ ഇത് കുറച്ചുകൊണ്ട് കൊണ്ടേ കൊടുക്കട്ടോ, കാരണം ആ ഓട്ടോറിക്ഷ ഒന്ന് പോയത് മറക്കൂല, വേർത്ത് മുങ്ങി വേക്കലിരുന്ന്. ഇതിനോടൊരാൾ പറഞ്ഞാണ്, ഞാൻ പറയാൻ കാരണം 3 കാറ് തേങ്ങ ഒഴിഞ്ഞാടി കിടക്കും പോലെ ഉണ്ടായിരുന്നു ഉസ്താദ്, ഒരു ഫോർച്യൂണർ, ഒരു സ്വിഫ്റ്റ്. ഇയാൾ എന്നോട് പറയാണ് 2 സ്വിഫ്റ്റ്, ഒന്ന് പുതിയ മോഡൽ, ഒന്ന് പഴയ മോഡൽ. വേറെയുണ്ട്. മക്കൾ രണ്ടാളും വിദേശത്തുമാണ്, നെഞ്ചുവേദന ഉണ്ടായിരാത്ത. അടുത്ത അയലോക്കാരനാണ് മഞ്ചേരി പിന്നെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അയാൾ എന്നോട് പറയാം, ഒരു വണ്ടിയും വിടാൻ അറിയില്ല. അന്ന് ഞാൻ തീരുമാനിച്ചാണ് അത് മുതൽ അത് ഉള്ളിൽ കാളിച്ച വന്നു. മൂപ്പര് സ്ഥലം വിറ്റാണ്ട് വള്ളിയെ കൊടുത്തു, അതിൻ്റെ പേരിൽ മാത്രം. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെയാണ് പിന്നെ അതിലേക്ക് വല്ലാതെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ആരിൽ നിന്നാണ് ഉപകാരങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ അപ്പം അവിടെ ആരാളുള്ളവരാളോ നോക്കുക, ഭാര്യ പിടിച്ചു കൊണ്ടുപോവുക. ആലോചിച്ച് നോക്കി, ആരെ കൈകൊണ്ടാണ് സഹായം കിട്ടുക, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു പറയേണ്ടത്. മക്കളിൽ നിന്നാണോ മാതാപിതാക്കളിൽ നിന്നാണോ കൂടുതലും എന്നൊക്കെ അറിയില്ല. ഫരീളത്തം മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഓഹരിയാണത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, തീർച്ചയായിട്ടും അള്ളാഹു അലീമുൻ ഹകീമുമാകുന്നു. അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്, അതോടുകൂടെ അള്ളാഹു യുക്തിമാനാകുന്നു. ഇതിന്ന് വന്നാണ് ഫറായിൽ ഓഹരി വെക്കുന്നത്. ഇതിൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഈ വിഷയം അറിഞ്ഞിരുന്നത് മുതൽ ഓഹരി വെക്കുന്നത് സംബന്ധമായ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ചില സ്വഹാബിമാർ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഒന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്, ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കൾ. പിന്നെ നബിയുടെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു അതിൽ അഗ്രഗണ്യനായിരുന്നു. ഇത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വഹി എഴുത്തുകാരിൽ പ്രമുഖനാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഹാരിസത്താണ് റളിയല്ലാഹു അൻഹു ദത്തുപുത്രൻ. വഹി എഴുത്തുകാരനാണ് ആര്, അതിന്റെ നേതാവാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഇതെന്ത് ചെയ്തു, ഈ വിഷയം നല്ലോണം പഠിച്ചിരുന്നു. ഒറ്റ ആയത്തും കൂടി നമുക്ക് വെച്ചിട്ട് ബാക്കി അടുത്ത ക്ലാസ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്ര കിട്ടാൻ നോക്കിക്കോട്ടെ. വലക്കും നിസ്ഫു മാ തറക അസ്വാജുകും ഇല്ലം യകുൽ ലഹുന്ന വലദ്. വലക്കും നിങ്ങൾ ആണുങ്ങൾക്കുണ്ടാവും, അതായത് ഭർത്താക്കന്മാർക്ക് കിട്ടും. നിസ്ഫു മാ തറക അസ്വാജുകും, നിങ്ങളെ ഭാര്യമാര് ഉപേക്ഷിച്ച, ഉപേക്ഷ ഒരു മരിക്കുമ്പോ ഇട്ടേച്ചു പോയ മുതലിൽ നിന്ന് പകുതി നിങ്ങൾക്ക് കിട്ടും. എപ്പോ, ഇല്ലം യകുൽ ലഹുന്ന വലദ്, അവരിൽ നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ. ഒരാൾക്ക് ഭാര്യ ഉണ്ട്, അതിൽ മക്കളില്ല, അങ്ങനത്തെ ആ ഭാര്യയുടെ മുതലിന്റെ പകുതി നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഉളപ്പാക്കൊക്കെ പോവല്ലോ, പകുതി ആർക്കാണ്, ഭർത്താവ്. ഇനി ഭാര്യമാർക്ക് മക്കളുണ്ടെങ്കിൽ, ഓന്റെ മക്കൾ തന്നെ ഇക്കാരല്ലോ, ഓന്റെ മക്കളാട്ടെ വേറെ മക്കളാട്ടെ ആരാണെങ്കിലും ഭാര്യമാർക്ക് മക്കളുണ്ടെങ്കിൽ ഫലകുമുറുബുൾ, അപ്പൊ നിങ്ങൾക്ക് ഭാര്യന്റെ മുതലിൽ 4/1 ഉണ്ടാവുള്ളൂ. നിമ്മാ തറക്ന, അവര് ഉപേക്ഷിച്ച മുതലിൽ പോലെ ഒഴിവാക്കിയിട്ട. ഈ ഖുർആനിൽ എവിടെയും ഭാര്യക്കും ഭർത്താവിനൊക്കെ സൗജ് അസ്വാജ് അങ്ങനെ വരണ്ട കേട്ടോ, ലോടത്തും അങ്ങനെ വരിക. സൗജത്ത് എന്നുള്ള വാക്ക് വരില്ല.
നമ്മുടെ അറബി ഭാഷയിൽ ഭാര്യക്ക് സൗജത്താണെങ്കിലും ഖുർആൻ എല്ലായിടത്തും വിവേചനം ഇല്ലാതെ വേർതിരിവില്ലാതെ സൗജ് എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ബഹുജന രൂപത്തിലേ വരുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ. നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാർ ഉപേക്ഷിച്ചതിൽ പകുതി ഉണ്ടാവും ഒരു കുട്ടികളില്ലെങ്കിൽ. അവർക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. അപ്പോൾ ഒരു പെണ്ണ് മരിച്ചു, ആ പെണ്ണിന് മുതലുണ്ട്, ആ പെണ്ണിന് മക്കളുണ്ട്, ഭർത്താവുണ്ട്. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും മക്കളുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞവർക്ക് അവിടെ കൂടി മനസ്സിലാക്കട്ടെ. ഉമ്മാൻ്റെ മുതലും അങ്ങനെ തന്നെ കേട്ടോ. ചിലർക്കൊരു ധാരണ ഉമ്മാൻ്റെ മുതൽ ഓരിവെക്കുമ്പോൾ ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. കഴിഞ്ഞ ക്ലാസ്സിന് ഒരാളിനോട് ചോദിച്ചു, ഇവിടെ മൂപ്പരൊന്നും വന്നിട്ടില്ല. മൂപ്പര് ചോദിച്ചെന്താ വെച്ചാൽ ഉമ്മാൻ്റെ മുതലാവുമ്പോൾ ഒരേമാരിക്കല്ലേ? അത് പെണ്ണുങ്ങൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലാണ് കുറച്ച് കിട്ടാൻ വേണ്ടി തന്നെ. ഓരോട് പറയണേ ഉമ്മാൻ്റെ ആവുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരേമാരിക്കാട്ട് അറിയും. വൈലന്തേരി കയമ്പുണ്ട് തോന്നും ഉമ്മ പെണ്ണല്ലേ. അങ്ങനല്ല, ഇമ്മയും ബാപ്പയൊക്കെ ആണെങ്കിലും ലിസക്കരി മിസ്ലു ഹല്ലിലും ചെയ്യും. അപ്പോൾ അമ്മാൻ്റെ മുതലാണ് ഓരിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെ മക്കൾക്ക് ആണോരിയും പെണ്ണോരിയും അങ്ങനെ ആണിൻ്റെ പകുതി പെണ്ണിന്. പക്ഷെ അവിടെ പുതിയാപ്പിളക്ക് എത്ര ഉണ്ടാവും? ഈ പെണ്ണിൻ്റെ ഭർത്താവിന് എത്ര ഉണ്ടാവും? ഭർത്താവിന് 4 ഉണ്ടാവും. അതും മിമ്പഴതി വസിയ്യത്തി യൂസീന ബിഹാ ഔദൈൻ. ആ പെണ്ണിൻ്റെ വസിയത്തും അവരുടെ കടവും കഴിച്ചിട്ടാണത്. പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കടമുണ്ടെങ്കിൽ ആ കടം കഴിച്ചിട്ടാണ് ഈ ഓരി വെക്കേണ്ടത്. അതുപോലെ വസിയത്തും കടം ചിലപ്പോൾ നമ്മളെ സഹോദരിമാർക്ക് അപ്പുറത്തിന് ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ വസിയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും ആ വിഷയത്തിൽ ഉഷാറ് ചിലപ്പോൾ പെണ്ണുങ്ങളേക്കാറ്. ഒരു ചിലപ്പോൾ വസിയത്ത് ചെയ്യും, ഒരു തെങ്ങൊക്കെ വസിയത്ത് ചെയ്യും. അപ്പോഴോ ഓരി വെക്കുമ്പോൾ ആ തെങ്ങ് വള്ളിയൊക്കെ ഉണ്ടായിക്കാറ്. നമുക്ക് അതിൽ ഒരു റോഡ് കെട്ടണം, ഒരു നിർബന്ധിത കെട്ടാണ്, അല്ലെങ്കിൽ പെര കെട്ടണം. പിന്നെ തെങ്ങ് എന്താ ചെയ്യേണ്ടത്? അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളിന് പകരം തെങ്ങ് വെക്കണം, പകരം തെങ്ങ് വെക്കണം, അങ്ങനെ ചെയ്യണം. എന്തായിരുന്നാലും അങ്ങനെ ഉണ്ടല്ലോ, അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് തേക്കുണ്ട്. അപ്പോൾ ഒരു പെണ്ണ് വസിയത്ത് ചെയ്തു. ഇപ്പം നാളിപ്പോൾ നമ്മളവിടെ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ഒരു പെണ്ണ് അന്ന് പള്ളിൻ്റെ ഹൗദ് ഉണ്ടാക്കി കൊടുക്കാനാണ്. നല്ലൊരു ഇതായി ഹൗലാവശ്യം. അതുപോലെ ഇപ്പോൾ ഒരു പെണ്ണറിയാം നമ്മളെ തൊടുവിൽ 4 തേക്കുണ്ട്. അതിൽ ആ ഒരു തേക്ക് പിന്നെ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള നല്ല തേക്ക് എടുത്തുകൊണ്ട് നമ്മൾ പള്ളിക്ക് മിമ്പറൊക്കെ പറ്റായിക്കണമെന്ന് കേട്ടു. അതൊരു വസിയത്താട്ടെ ഞങ്ങളെ ഏൽപ്പിച്ചു മിമ്പർ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞാൽ അപ്പോൾ അതിന് തന്നെയാണ്. അപ്പോൾ പിന്നെ ഓരിയക്കുമ്പോൾ ആ തേക്ക് കഴിച്ച് ഓരിയാക്കണം, അത് കൊടുക്കണം, അത് അതിന് തന്നെ ഉപയോഗിക്കണം. അതാണ് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട് പറഞ്ഞാൽ വരുത്തണതൊക്കെ. അതേ ആകെ നമുക്കൊരു നീരുറവായിട്ട് നമ്മളെ കബർക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ കൊത്തുപോകുന്ന പള്ളിയിലെ പിന്നെ മിമ്പർ ഒരു തേക്ക, അത് ഒരാളങ്ങനെ ചെയ്താണ് എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞൂലേ കമ്മിറ്റിക്കാരെ അങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് നല്ലൊരു മെമ്പർ വേണം ഉസ്താദേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പലയിടത്തും പോകണ്ടല്ലേ, നിങ്ങളൊരു മെമ്പർ നോക്കൊണ്ടിട്ടോ, സൂട്ടായ മെമ്പർ. അങ്ങനെ അഫീസോലിയറെ പള്ളിക്കുണ്ട് പുതിയ മെമ്പർ, നമ്മൾ കുയിച്ചന. അങ്ങനെ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒതുങ്ങിയ ചെറിയൊരു മെമ്പർ, നല്ല കോലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ കുറ്റൂർ കുയിച്ചന പള്ളിക്കണ്ടൊരു മെമ്പർ. ഞാൻ എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ആശാരി കൊടുത്തപ്പോൾ ആശാർ എനിക്കൊന്ന് കാണുന്ന വേണമെന്നാണ്. അങ്ങനെ ആശാരിനെയും കൊണ്ട് പള്ളി കമ്മിറ്റിക്കാരെയും കൊണ്ട് കുറ്റൂർ പോയി, അസീസോലിയ നാട്ടിൽ പോയി. അവനോട് നല്ല കാലൊക്കെ കാണാൻ പറഞ്ഞു ആശാരിനോട്. വേറെ വഴിയില്ല, കാലക്കെല്ലാം കഴുകിയിട്ട് ഓനെ അന്ന് കണ്ട് ഇത്ര ദിവസമായി എനിക്കൊന്ന് കണ്ടാൽ മതി. സംഗതിയൊക്കെ കണ്ട് ഫോട്ടോ എടുത്തു. ഇപ്പോൾ കുറ്റൂരത്ത് അതാണ് കൊണ്ടേച്ചായിരിക്കും അവിടെ. നിങ്ങളെ കണ്ണിട്ടി കൊണ്ടായത് ഞങ്ങൾ തള്ളവർ. നിങ്ങൾ ഞാൻ അതെല്ലാം ആലോചിക്കണ്ടേ. ഇപ്പം അതിൻ്റെ ഒരു നീറവ് ആ ഉമ്മാക്കാനെ കിട്ടിക്കൊണ്ടിരിക്കല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒക്കെ നമ്മളെന്ത് ചെയ്യണം, അവസരം കിട്ടിയാൽ കളയാതൊക്കെ. അതൊക്കെ എത്ര കാലം ഉപയോഗിക്കുന്ന അറിയങ്ങൾ. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ നമുക്കാർക്കും നോക്കണ്ട ഇത്ര തട്ടിപ്പിൽ. അതല്ലേ നമുക്കൊരു ഇജ്ജത്തല്ലേ. അതുകൊണ്ടല്ലേ നമ്മളെ വിജയം, എല്ലാ കാര്യങ്ങളുടെയും വിജയം. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യുക, വസിയത്ത് കഴിച്ചിട്ടാണ് ഭാര്യക്കും ഭർത്താവിനൊക്കെ കൊടുക്കേണ്ടതെന്ന് അർത്ഥം. ഇനി നോക്കൂ, വലഹുന്ന. അടുത്തത് വലഹുന്ന, ഭാര്യമാർക്കുണ്ടാവും അറുപുഴു, ഭർത്താവിൻ്റെ മിമ്മ തറക്തും, നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോയ മുതലിൻ്റെ 4/1 ഭാര്യ കിട്ടും. ഇല്ലക്കും വലത്, നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ
ഒരാൾ മരിച്ചു, അയാൾക്ക് മക്കളില്ല. അയാൾക്ക് മക്കളില്ലെങ്കിൽ അയാളെ മുതൽ നിന്ന് ഭാര്യയ്ക്ക് എത്ര കിട്ടുക? 4/1. ഫഇൻ കാന ലക്കും വലദുൻ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും, നിങ്ങൾ ഉപേക്ഷിച്ച മുതലിൽ നിന്ന് നിങ്ങളെ ഭാര്യമാർക്ക് 8/1 ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഭാര്യക്ക് കുട്ടികളില്ലെങ്കിൽ ഭാര്യന്റെ മുതലിൽ നിന്ന് ഭർത്താവിന് പകുതി ഉണ്ടാവും. കുട്ടികളുണ്ടെങ്കിൽ 4/1 ഉണ്ടാവും. ഇനി ഭർത്താവിന് കുട്ടികളില്ലെങ്കിൽ ഭാര്യക്ക് 4/1 ഉണ്ടാവും. ഭർത്താവിന് കുട്ടികളുണ്ടെങ്കിൽ ഭാര്യക്ക് 8/1 ഉണ്ടാവും. അങ്ങനെ കുറഞ്ഞു വരും. അവിടെ ആനുപാതികമായിട്ട് തന്നെയാണ് ആണിനും പെണ്ണിനുള്ള ആ വിധത്തിലുള്ളത്. ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതിലും ആ വ്യത്യാസം പകുതി 4/1, 4/1, 8/1. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ കഴിയും. അവിടെ വീണ്ടും പറയണത് 4 വട്ടായി ഇപ്പൊ ഈ 2 വരാൻ തുടങ്ങിയിട്ട്. അത് ഭർത്താവിന്റെ വലിയ വസീയത്തും ഉണ്ടെങ്കിൽ ആ വസീയത്തും കടവും കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭാര്യക്കും ഇതൊക്കെ അത് കൊടുക്കേണ്ടത്. അതിന് മുമ്പെല്ലാം അത് കഴിച്ചിട്ടില്ലെന്നാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇവരെ 8/1 മറ്റും കഴിച്ചിട്ട് പിന്നെ മറ്റേ കൊടുത്തിട്ട് മറ്റേ അങ്ങനെയല്ല. ഇനി നോക്കൂ അടുത്തത്, വഇൻ കാന റജുലുൻ യൂരിസു കലാലതൻ അവ ഇംറഅ. ഇനി ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ കലാലത്തിനെ അനന്തരമെടുത്തു. കലാല പറഞ്ഞാല് അതിനൊരുപാട് വിശദീകരണം ഉണ്ട്. ഇവിടെ കലാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് പിതാവും ഇല്ല, സന്താനങ്ങളും ഇല്ല. ഒരാൾ മരിച്ചപ്പോ അയാൾക്ക് മക്കളില്ല, ആരുമില്ല, വാപ്പിയില്ല. വാപ്പിയും മക്കളും ഇല്ലാത്ത ഒരാൾ അയാൾ മരിച്ചു, അതിനാണ് കലാല അറിയാം. അങ്ങനെയാണെങ്കിൽ വലഹു അഹുൻ ഔ ഉഖ്തുൻ, അയാൾക്കൊരു സഹോദരനോ ഒരു സഹോദരിയോ അനന്തരാവകാശി ആയിട്ടുണ്ട്. ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്. എന്നാൽ ഫലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസ്, അവർക്ക് രണ്ടാക്കും കൂടി 6/1 ഉണ്ടാവും. അവർക്ക് രണ്ടാക്കും കൂടി 6/1 ഉണ്ടാവും. സഹോദരങ്ങൾ എന്നുള്ളവർക്ക് 6/1. ഫഇൻ കാനൂ അക്സറ മിൻ ദാലിക, ഇനി അവര് ഒന്നിലധികം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സഹോദരനും ഒരു സഹോദരിയാണ്, ഇനി ഒന്നിലധികം സഹോദരങ്ങളും ഒന്നിലധികം സഹോദരിമാരായിട്ട് ഇപ്പൊ 2 ആദ്യം പറഞ്ഞത്, ഇനി അതിലധികം ഉണ്ടെങ്കിൽ ഫഹും ശുറകാഉ ഫിസ്സുലുസ്, 3/1 അവരെല്ലാവരും കൂടി കൂറാകുന്നതാണ്. അവർക്ക് എല്ലാവർക്കും കൂടി എന്തുണ്ടാവും? 3/1 ഉണ്ടാകുന്നതാണ്. ആദ്യം പറഞ്ഞ 6/1. അപ്പൊ കുറച്ചുകൂടി അവർക്ക് കൂടുതൽ കിട്ടി. 3/1 കുറച്ചും കൂടി കൂടുതലുണ്ട്. അവരുടെ വസിയത്തും കരാർന്ന 5 അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് മുഫസ്സിറുകൾ പറയുന്നത് വസിയത്തും കടവും ഒരു വലിയ സംഗതി എന്നു അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പ്രയാസപ്പെടുത്താത്ത രൂപത്തിലാണത്. അപ്പൊ അതൊക്കെ പറയുന്നത് എന്താ അറിയോ, ഇത് നമുക്ക് തോന്നിയപ്പോ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചത്? അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിലൊക്കെ ഒരുപാട് ഹിക്മത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ കഴിയും. നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഇനി 1-2 ആയത്തുകളും കൂടി വരുന്നുണ്ട്. അതിനാണ് പൂർത്തിയാക്കി പറയാം. ഇനി ചിലരുണ്ടാവുമ്പോൾ ചിലർക്ക് കിട്ടൂല, അങ്ങനെ ഉണ്ട്. ചിലരത് കഴിച്ചാൽ ബാക്കി ഒക്കെ ചിലർക്ക് ഉണ്ടാവും. ഇനി ആരും ഇല്ലെങ്കിൽ എന്താ മുതൽ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. ആരുമില്ല, അപ്പോൾ പിന്നെ ആർക്കാണ് അത് കൊടുക്കേണ്ടത്, എന്താണ് മുതൽ ചെയ്യേണ്ടത്? ഈ പറയപ്പെട്ട അവകാശികളല്ലാത്ത ആളുകൾക്ക് മുതൽ പോകുമോ? ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നോക്കൂ, അടുത്ത ആയത്തിന്റെ ലാസ്റ്റ് അല്ലാഹു പറയാണ് വസിയ്യത്തം മിനല്ലാഹ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലാഹുവിൽ നിന്നുള്ളൊരു വസിയ്യത്താണ്, കൽപ്പനയാകുന്നു. അതീവ ശ്രദ്ധ വേണ്ട, ജാഗ്രത വേണ്ട, കണക്കിലെടുക്കേണ്ട, മുഖവരക്കെടുക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് അള്ളാഹുവിൽ നിന്നുള്ള വസിയ്യത്താണ്. വല്ലാഹു അലീമുൻ ഹലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹനശീലനുമാകുന്നു. അല്ലാഹു ഹലീമാണ്, സഹിഷ്ണുവാണ്. അതോടുകൂടെ തന്നെ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അങ്ങനെയുള്ള അല്ലാഹു വെച്ച നിയമങ്ങളാണ്.
അതൊന്നുകൂടി കട്ടി കൂട്ടുന്നതാണ് തിൽക ഹുദൂദുല്ലാഹ് എന്ന് തുടങ്ങുന്ന ഭാഗം. അത് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. നമുക്ക് യാസീൻ ഓതാനും കൂടി ഉണ്ടല്ലോ. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസികുമുല്ലാഹു ഫീ ഔലാദികും. നിങ്ങളെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ലിസ്സക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. ആണിന് 2 പെണ്ണിന്റെ ഓഹരി ഉണ്ടാകും. ഫഇൻ കുന്ന നിസാഅ. ഈ മക്കളൊക്കെ പെൺകുട്ടികളാണെങ്കിൽ ഫൗഖസ്നതൈനി, 2ന്റെ മുകളിൽ, 2ന്റെ മുകളിൽ, 2ന്റെ മുകളിൽ എന്നാണ് അവിടെ നേരെ. പക്ഷെ 2 അതിൽ പെടും. ഫലഹുന്ന സുലുസാ മാ തറക്. അയാൾ ഉപേക്ഷിച്ചതിന്റെ 3/2 ഭാഗം ആ പെൺകുട്ടികൾക്കാണ്. വഇൻ കാനത് വാഹിദ. ഇനി ഒരൊറ്റ പെൺകുട്ടി മാത്രമാണെങ്കിലോ, മക്കളിൽ ആകെ ഒരു പെൺകുട്ടി മാത്രം, ഫലഹൻ നിസ്ഫ്. അവൾക്ക് നേർ പകുതി ഉണ്ടാകും. വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസ്. മാതാപിതാക്കൾ എന്ന് ഓരോരുത്തർക്കും 6/1 മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. അയാൾ ഉപേക്ഷിച്ചിട്ട് പോയ മുതലിൽ നിന്ന് അയാൾക്ക് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് 6/1. ഫഇല്ലം യകുൽ ലഹു വലദ്. ഈ മക്കളില്ലെങ്കിലോ വവരിസഹു അബവാഹു. മാതാപിതാക്കൾ അനന്തരമെടുക്കാൻ അവർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഫലി ഉമ്മിഹി സുലുസ്. ഉമ്മാക്ക് 3/1 ഫഇൻ കാന ലഹു ഇഖ്വ. ഇനി മരിച്ച വ്യക്തിക്ക് അയാൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ ഫലി ഉമ്മിഹി സുദുസ്. അപ്പൊ അവരും കൂടി അനന്തരമെടുക്കുന്നത് കൊണ്ട് അവർക്ക് 6/1 മിമ്പഅദി വസിയ്യത്തി യൂസി ബിഹാ ഔ ദൈൻ. കടമും അതുപോലെ വസിയ്യത്തൊക്കെ കഴിച്ചിട്ടുള്ളതാണ് ഈ കൊടുക്കേണ്ടത്. ആബാഉക്കും വ അബ്നാഉക്കും. നിങ്ങളെ മക്കളാണോ അതോ മാതാപിതാക്കളോ ആരിൽ നിന്നാണ്? ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫഅ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഫരീളത്തം മിനല്ലാഹ്. ഇത് അല്ലാഹുവിൽ നിന്നുള്ളൊരു ഓഹരിയാണ്, നിർണിതമായ ഓഹരിയാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ തത്വജ്ഞാനിയുമാകുന്നു. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലൻ യകുൽ ലഹുന്ന വലദ്. നിങ്ങളെ ഭാര്യമാർക്ക് മക്കളില്ലെങ്കിൽ ആ ഭാര്യമാർ ഉപേക്ഷിച്ചിട്ട മുതൽ നിങ്ങൾക്ക് പകുതിയുണ്ടാകും. ഫഇൻ കാന ലഹുന്ന വലദും ഫലകുമുർ റുബു. നിങ്ങളെ ഭാര്യമാർക്ക് മക്കളുണ്ടെങ്കിൽ അവരെ മുതലിന്റെ 4/1 നിങ്ങൾക്ക്. മിമ്മാ തറക്. അവർ ഉപേക്ഷിച്ചിട്ട് പോയ മുതലെന്ന്. മിമ്പഅദി വസിയ്യത്തി യൂസീന ബിഹാ ഔ ദൈൻ. വസിയ്യത്തും കടവും കഴിച്ചിട്ടാണത്. വലഹുന്നർ റുബു മിമ്മാ തറക്തും ഇല്ലൻ യകുൽ ലക്കും വലദ്. ഇനി നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ നിങ്ങളെ മുതലിൽ നിന്ന് ഭാര്യമാർക്ക് 4/1 ലഭിക്കും. ഫഇൻ കാന ലക്കും വലദും ഫലഹുന്നസ് സുമുനു മിമ്മാ തറക്തും. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ മുതലിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് 8/1 മിമ്പഅദി വസിയ്യത്തി തൂസൂന ബിഹാ ഔ ദൈൻ. നിങ്ങൾ ചെയ്ത വസിയത്തും നിങ്ങളുടെ കടങ്ങളും കഴിച്ചിട്ടാണത്. വഇൻ കാന റജുലുൻ യൂരിസു കലാലതൻ അവ ഇംറാ. ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും കലാലത്തിന് അനന്തരമെടുക്കുമ്പോൾ, മക്കളില്ല, വാപ്പല്ല, അവരെ അനന്തരമെടുക്കുമ്പോൾ, എന്നാ വലഹു അഖുൻ ഔ ഉഖ്തുൻ. അവർക്ക് സഹോദരനുണ്ട്, സഹോദരിയുമുണ്ടെങ്കിൽ ഫലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസ്. അവരിൽ നിന്ന് ഓരോരുത്തർക്കും 6/1. ഫഇൻ കാനൂ അക്സറ മിൻ ദാലിക ഫഹും ശുറകാഉ ഫിസ് സുലുസ്. ഇനി അതിലധികം പേരുണ്ടെങ്കിൽ അവർക്ക് 3/1 അവരെല്ലാവരും പങ്കാളികളാകും. മിമ്പഅദി വസിയ്യത്തി യൂസാ ബിഹാ ഔ ദൈൻ. വസിയ്യത്തും കടവും കഴിച്ചിട്ട് ഗൈറ മുളാർ, പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ. വസിയ്യത്തൻ മിനല്ലാഹ്. ഇത് അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്. വല്ലാഹു അലീമുൻ ഹലീം. അല്ലാഹു അറിയുന്നവനും അവന് സഹിഷ്ണുവുമാകുന്നു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوصيكم الله في أولادكم للذكر مثل حظ الأنثيين فإن كن نساء فوق اثنتين فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما ترك من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم